സത്യായ വൈഹൃതം ലക്ഷണായ ച ധർമ്മസ്യ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. അഭ്യുന്നരായ ഗുരുജനങ്ങൾക്ക് വിനീതമായ നമസ്കാരം. മനഃശാസ്ത്രം മഹാഭാരതവും എന്ന വിഷയമാണ് ഇന്നലെ ഗുണനിരൂപണത്തെക്കുറിച്ച് സംസാരിച്ചു. അതിൽ പല സംശയങ്ങളും പലർക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. അത് പലരും അറിയിക്കുകയുണ്ടായി. അതിനൊക്കെ മറുപടിയും ആ ശാസ്ത്രത്തിൽ തന്നെ ഉള്ളതാണ്, ചിന്തിച്ചാൽ കിട്ടാവുന്നതാണ്. എൻലൈറ്റൻ്റ് ഓഡിയൻസ് ആവുകൊണ്ട് അതൊന്നും ആവർത്തിച്ച് സമയം കളയണമെന്ന് തോന്നുന്നില്ല. മഹാഭാരതം ഒരത്ഭുത പ്രതിഭാസമാണെന്നാണ് പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായം. പ്രത്യേകിച്ച് മഹാത്മാക്കൾ മഹാഭാരതത്തെ ഒരു ചെറിയ പ്രപഞ്ചമായിട്ടാണ് കാണുന്നത്. 2000 ചില്ലാനം അധ്യായങ്ങൾ, 500 ചില്ലാനം കഥാപാത്രങ്ങൾ, 1,25,000 ശ്ലോകങ്ങൾ, ഇങ്ങനെയൊക്കെ അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. അതിൽ പറയാത്ത കാര്യങ്ങൾ വളരെ ചുരുക്കമാണ്. ചുരുക്കം എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാമെന്നാണ്. എവിടെയെല്ലാം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ മഹാഭാരതത്തിലുണ്ടാവും. മഹാഭാരതത്തിലില്ലാത്ത വേറെ എവിടെയും കാണില്ല എന്നൊക്കെ പറയും. അപ്പോൾ മഹാഭാരതം വായിച്ചിട്ടില്ലാത്തവർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. വായിച്ചിട്ടില്ലാത്തവർ അവിടുന്ന് ഇവിടുന്നായിട്ട് കേട്ടിട്ടും ഉണ്ടാവും. പ്രത്യേകിച്ച് TV-യിൽ മഹാഭാരതം വന്ന സമയത്ത് ആരും അത് മിസ് ചെയ്തിരുന്നില്ല, എല്ലാവരും അത് കേൾക്കുകയുണ്ടായി. മലയാളത്തിൽ നമുക്ക് മഹാഭാരതം മുഴുവനായിട്ട് കേൾക്കാൻ സാധിച്ചു. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാഥാസന്ധുവിലൂടെ അത് കൊണ്ടുപോയി എന്നല്ലാതെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മറ്റു വശങ്ങളിലേക്കൊന്നും പോകാൻ അങ്ങനത്തെ ഒരു പദ്ധതിക്ക് സാധിക്കില്ല എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് വളരെ ഗവേഷണ കുതികളായിട്ടുള്ള ആളുകളാണെങ്കിൽ ഒറിജിനൽ മഹാഭാരതം വായിക്കണം എന്നാണ് പറയുക. അതിൻ്റെ മലയാളം ഗദ്യ പരിഭാഷ വോളിയംസായിട്ട് നമുക്കിപ്പോൾ അവൈലബിളാണ് മലയാളത്തിൽ. അത് വായിക്കാമെന്ന് വെച്ചാൽ 5-8 വോളിയൊക്കെ വായിച്ച് തീർക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ അത് അസാധ്യമാണ്. പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ വളരെ ക്ഷമാപൂർവ്വം വായിക്കാൻ ഉള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ കൂട്ടായി കുറച്ച് കുടുംബങ്ങൾ ഒന്നിച്ചു കൂടി ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ഇരുന്നിട്ട് വായിക്കണം, വായിച്ച് ചർച്ച ചെയ്ത് തീർക്കണം, എന്നാൽ അതൊക്കെ വായിക്കാൻ പറ്റും. കോഴിക്കോട് ഞങ്ങളങ്ങനെ ഓരോ വീടുകളിൽ വായന അങ്ങ് തുടങ്ങുകയാണ്. അങ്ങനെയാണ് ജി ബാലകൃഷ്ണൻ നായരുടെ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു തീർത്തത്. ജ്ഞാനാനന്ദ സരസ്വതിയുടെ കംപ്ലീറ്റ് വർക്ക്സ് ഏകദേശം 15 കൊല്ലം, അതായത് എന്നും വൈകുന്നേരം കുറച്ച് സമയം വീതം 2-3 മണിക്കൂർ വീതം അങ്ങനെ അതൊക്കെ വായിച്ച് തീർക്കാൻ സാധിച്ചു അവിടെ കുറേ ആളുകൾക്ക്. അപ്പം അങ്ങനെ ഒന്നിച്ചു കൂടിയാൽ വായിക്കാൻ പറ്റും. അതിന് നമ്മൾ സഹകരിക്കണം. ഒരു വീട് വാതിലടച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അടുത്ത വീട്ടുകാർ അവരെയും വാതിലടച്ച് അവരോ അതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു. 2 വീട്ടർക്കും പ്രയോജനമില്ല, ശ്വാസം മുട്ടായിരിക്കും. പക്ഷേ 2 വീട്ടരും കൂടിയിട്ട് ഏതെങ്കിലും ഒരു വരാന്തയിൽ ഇരുന്ന് 2 മണിക്കൂറോ 1 മണിക്കൂറോ ദിവസം പാരായണം ചെയ്ത് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മളറിയാതെ വലിയ വലിയ ഗ്രന്ഥങ്ങളൊക്കെ കഴിയും. അങ്ങനെ വലിയ വലിയ ഗ്രന്ഥങ്ങളൊക്കെ പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ ഭാഗവതം 2.5 കൊല്ലം കൊണ്ട് വായന അങ്ങ് തീർന്നപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി. അതുപോലെ മഹാഭാരതം വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായി തോന്നും. പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ രസകരമായി ദിവസം കുറേശ്ശെ വായിച്ച അവസാനം അതൊക്കെ വായിച്ച് കേട്ടു എന്ന് നമുക്കങ്ങ് തോന്നും. അപ്പോൾ അതിൽ ജീവിതസ്പർശിയായിട്ട് നമ്മളെ ജീവിതമായിട്ട് ബന്ധിച്ച പല കാര്യങ്ങളും അതിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പം അങ്ങനെ മഹാഭാരതത്തിൽ മനഃശാസ്ത്രത്തിൻ്റെ വളരെ അഗാധമായിട്ടുള്ള പല വശങ്ങളും കാണാം. മഹാഭാരതം നമ്മൾ വായിക്കാൻ നോക്കുകയാണെങ്കിൽ കണ്ടൻസ് വായിച്ചാൽ തന്നെ നമുക്ക് തല ചുറ്റും, ഇങ്ങനെ തല കറങ്ങും. എത്ര കഥാപാത്രങ്ങൾ, 500 ചില്ലാനം കഥാപാത്രങ്ങൾ, അതെല്ലാം കൂടി ഓർക്കാൻ വിഷമം. കഥ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ തന്നെ വിഷമം. ഈ വാക്കുകൾ അറിയാത്തതുകൊണ്ട്, പേരുകൾ അറിയാത്തതുകൊണ്ട്, അങ്ങനെയൊക്കെ വലിയ വിഷമങ്ങളാണ്. കുറേ കാലം 10-20 കൊല്ലമൊക്കെ ഉപാസിച്ചിട്ടാണ് ഓരോരുത്തർ മഹാഭാരതം സ്പെഷ്യലൈസ്ഡ് ആവുന്നത്. അവരതിൽ പ്രഭാഷണം ചെയ്യാൻ വിദഗ്ധരായി മാറുന്നു. തിരുവനന്തപുരം വെച്ച് അങ്ങനത്തെ ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു തമിഴ് ബ്രാഹ്മണനായിട്ടുള്ള വലിയ പണ്ഡിതനാണ് അദ്ദേഹം. മഹാഭാരതം മാത്രം ജീവിതവ്രതാക്കി മാറ്റിയിട്ടുള്ള ആൾ. അതിൽ ഓരോ വശങ്ങളും വളരെ കൂലങ്കഷമായിട്ട് അദ്ദേഹത്തിന് വ്യാഖ്യാനിക്കാനും അതിൻ്റെ ന്യായങ്ങൾ കോടതിയിൽ എന്ന പോലെ ചർച്ച ചെയ്ത ആളുകളെ ബോധവൽക്കരിക്കാനും അദ്ദേഹത്തിന് വളരെയധികം കഴിവുണ്ടായിരുന്നു. അതുപോലെ ഒരു ഗോപാലയ്യർ ഭാഗവതം അതേമാതിരി ഭാഗവതത്തിൽ മുഴുവൻ അങ്ങ് മുങ്ങിത്തപ്പി
അദ്ദേഹത്തിന് അതിൽ അറിയാത്തൊന്നുമില്ല. അങ്ങനത്തെ ആളുടെ 42 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണങ്ങൾ തിരുവനന്തപുരത്ത് അഭേദാനന്ദാശ്രമത്തിൽ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ കേൾക്കാൻ പോയി നോക്കുക. അവരുടെ അഗാധമായുള്ള പാണ്ഡിത്യം, എത്ര ആഴമുള്ള പാണ്ഡിത്യമാണെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ എത്ര കൊല്ലങ്ങളോളാണ് ഇതൊക്കെ. അപ്പോൾ അതിനൊന്നും സൗകര്യമില്ലാത്ത നമ്മളെന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് വേണ്ടി അതിൻ്റെ ഏകദേശ സാരാംശങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി, അനന്തശാസ്ത്രം ബഹുവേദിതവ്യം അല്പശ്ചകാലം എന്ന് പറഞ്ഞ മാതിരി. അപ്പോൾ യത് സാരഭൂതം തതുപാസിതവ്യം ഹംസോ യഥാ ക്ഷീരം വ്യാമ്പു മിശ്രം എന്ന് പറഞ്ഞ മാതിരിയാണ്. നമുക്ക് വേണ്ടതായിട്ടുള്ള ചില വസ്തുതകളെ അതിൽ നിന്ന് എടുക്കുക. മഹാഭാരതത്തിലെ പുതുമയുള്ള കുറേ വിഷയങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് നിഴൽക്കുത്ത് എന്ന് പറഞ്ഞൊരു, അതായത് നിഴൽ കൊണ്ട് ഒരാളുടെ നിഴൽ ഉപയോഗിച്ച് അയാളെ തന്നെ കൊല്ലുക. അപ്പോൾ ഈ നിഴൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഓറ. നമ്മുടെ ചുറ്റുപാടും, ശരീരത്തിന് ചുറ്റുപാടും 4 അടി വീതിയിലും 7 അടി നീളത്തിലും രണ്ടാകൃതിയിലുള്ളൊരു ശക്തിയുണ്ട്. അതിന് ഓറ എന്നാണല്ലോ പറയാം. ഈ ഓറയുടെ കളറൊക്കെ നമ്മുടെ മനസ്സിൻ്റെ തരത്തിനനുസരിച്ച്, നമ്മളെ ഗുണം എങ്ങനെ അതിനനുസരിച്ചാണ് വർണ്ണം എന്നാ പറയാം. അതൊക്കെ ഫോട്ടോഗ്രാഫിയിലെടുക്കാൻ പറ്റും. ഇപ്പോൾ ഗോവയിൽ ഞാൻ ആ ഫോട്ടോഗ്രാഫി കാണുകയും ചെയ്തു. ഓറ ഇമേജിങ് മെഷീൻ എന്ന് പറയും. അതായത് ആ ഫോട്ടോഗ്രാഫി ക്യാമറ നമ്മളെ നേരെ വെച്ചാൽ നമ്മുടെ രൂപം, ഓറയുടെ രൂപം ടി വിയിൽ തെളിഞ്ഞു കാണും. ആ ടി വിയിൽ ആ ഓറയുടെ രൂപം കണ്ടാൽ നമുക്ക് ആളെ തിരിച്ചറിയാൻ പറ്റും. ആളുടെ നേരിട്ട് ആളെ കണ്ടാൽ തിരിച്ചറിയുന്നേക്കാളും ഭംഗിയായിട്ട് ആ ഓറ നോക്കിയാൽ ആളെ തിരിച്ചറിയാം. അപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞ് ഇന്നാളുടെ ഗോസ്റ്റ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതൊക്കെ വളരെ പുതുമയുള്ളൊരു സങ്കല്പം പോലെ തോന്നും. ഈ ഓറ ഉള്ള കളറ് കണ്ടാൽ അതിൻ്റെ ഫോട്ടോഗ്രാഫി എടുക്കാൻ പറ്റും. ഫോട്ടോ എടുത്താൽ ഒരു ഫോട്ടോന് അവർ 600 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ മൂലാധാര, സ്വാധിഷ്ഠാനം, മണിപൂര, അനാഥം, വിശുദ്ധി, ആജ്ഞയൊക്കെ കാണാനുണ്ട്. നമ്മളത് സാങ്കല്പികമായിട്ടുള്ള ചില പദങ്ങളാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അത് നേരിട്ട് കാണാം. മാത്രമല്ല തലയ്ക്ക് ചുറ്റുമുള്ള പരിവേഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെളിപാടുണ്ടായിട്ടുണ്ടോ, എത്ര ശതമാനം വെളിപാടുണ്ടായിട്ടുണ്ട്, എന്തൊക്കെയാണ് നമ്മുടെ മാനസികാവസ്ഥ, ജ്ഞാനം എങ്ങനെയുണ്ട്, ഉണർന്നുണ്ട്, ഇതൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ നിഴൽക്കുത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വൈബ്രേഷൻ നമ്മളെ ഫിസിക്കൽ വൈബ്രേഷന് എതിരായിട്ട് റീഡയറക്റ്റ് ചെയ്യാനുള്ള വല്ല ടെക്നിക്കും മന്ത്രം കൊണ്ട് ആയിരിക്കാം എന്നൊക്കെ നമുക്ക് ഊഹിക്കാൻ വളരെയധികം രസകരമായിട്ടുള്ളൊരു വിഷയമാണ് നിഴൽക്കുത്ത് എന്ന് പറഞ്ഞാൽ. നിഴൽക്കുത്ത് എന്ന് പറഞ്ഞാൽ അതറിയുന്ന ഒരാളുണ്ടായിരുന്നു. മഹാഭാരതത്തിലൊരു ഭാഗത്ത് നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ദുര്യോധന അയാളെടുത്ത് എന്ന് പറഞ്ഞു, നീ നിഴൽക്കുത്ത് ഉപയോഗിച്ച് പഞ്ചവർണ്ണന്മാരെ കൊല്ലണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഗുരു എന്നെ ഇത് ഉപദേശിക്കുമ്പോൾ തന്നിട്ടുള്ള ഉപദേശം എന്താണെന്ന് വെച്ചാൽ, ഈ വിദ്യ നശിച്ചു പോകാതിരിക്കാനാണ് ഇത് നിന്നെ ഉപദേശിക്കുന്നത്. നീയും വേറൊരു ആൾക്ക് ഇത് ഉപദേശിക്കണം മരണത്തിന് മുമ്പ്. അത് നിൻ്റെ ധർമ്മമാണ്. ഈ വിദ്യ നശിക്കരുത്, എന്നും നിലനിൽക്കണം എന്നാണ് ഉപദേശം തന്നിട്ടുള്ളത്. മാത്രമല്ല ആരുടെ ദോഷത്തിന് വേണ്ടി ഇതൊരിക്കലും ഉപയോഗിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ നിന്നെ കൊന്നുകളയുന്നു. കേട്ട സമയത്ത് അദ്ദേഹം പിന്നെ സമ്മതിച്ച് അങ്ങനെ ദുര്യോധനൻ പോയി. ഇത് മുഴുവനും നിഴൽക്കുത്ത് വിദ്വാൻ്റെ ഭാര്യ കേട്ടിട്ടുണ്ടായിരുന്നു. ഭാര്യ ഉടനെ പുറംവാതിലൂടെ ഇറങ്ങി ഓടി കൃഷ്ണൻ്റെ അടുത്ത് ചെന്നു. കൃഷ്ണ അങ്ങനെ എൻ്റെ ഭർത്താവിനെ കൊണ്ട് ഭീഷണിപ്പെടുത്തി നിഴൽക്കുത്ത് ഉപയോഗിച്ച് പഞ്ചപാണ്ഡവന്മാരെ കൊല്ലാൻ തീരുമാനമെടുത്തിട്ടുണ്ട്, വാക്ക് കൊടുത്തു എൻ്റെ ഭർത്താവ്, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ ഓടി വന്നു ഇയാളുടെ അടുത്ത്, വന്നിട്ട് പറഞ്ഞു, നിഴൽക്കുത്തിൻ്റെ വിദ്വാൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞു. ഭഗവാൻ, എനിക്ക് ചെയ്യാൻ തീരെ ആഗ്രഹമില്ല, ഞാൻ ചെയ്യുമായിരുന്നില്ല, പക്ഷേ മരണഭയം വിചാരിച്ച് ഞാൻ വാക്ക് കൊടുത്തതാണ്, അത് സാരമില്ല, പക്ഷെ നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞു. വാക്ക് കൊടുത്തു പോയി, ഇനി എനിക്ക് വാക്ക് ലംഘിക്കാൻ സാധ്യമല്ല, മരണത്തേക്കാൾ വലിയ അപരാധമാണ് വാക്ക് ലംഘനം, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ അയാളെ തല്ലിക്കൊന്നു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. തല്ലിക്കൊല്ലെന്ന് പറഞ്ഞ സമയത്ത് ഇന്ന് എനിക്ക് 2 പുണ്യമായി. ഒന്നാമത് ഗുരുവിൻ്റെ ഈ വിദ്യ ദുരുപയോഗപ്പെടുത്താതിരുന്ന ഒരു മഹാത്മ്യമുണ്ട്, അങ്ങയുടെ കൈകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗമായി. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം ആ മരണം ഏറ്റുവാങ്ങിയ ഒരു കഥയാണ്. അപ്പോൾ അതിൽ ഗവേഷണ വിഷയം ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. ഈ മന്ത്രത്തിൻ്റെ ശക്തി, മന്ത്ര വൈബ്രേഷൻ, സൗണ്ട് വൈബ്രേഷൻ എങ്ങനെയൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളിലൊക്കെ. ഈ മഹാഭാരതത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ ഒരു ചെറിയ സമ്മറിയാണ് പറയാനുള്ളത്.
സമ്മറി എന്ന് പറഞ്ഞാൽ കഥയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വിഷമാണ്. മഹാഭാരതത്തിൻ്റെ ഘടനയെക്കുറിച്ച് പണ്ഡിതന്മാർ കുറേ ചർച്ചയൊക്കെ ചെയ്യാറുണ്ട്. അതൊന്നും ഇവിടെ വിഷയമല്ല. MS മേനോൻ സംസ്കൃത മേധാവി ആയിരുന്ന സമയത്ത് കോഴിക്കോട് വെച്ചൊരു സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ മഹാഭാരതത്തെക്കുറിച്ച് ചോദ്യങ്ങൾ വന്നു. കാലഗണന യോജിക്കാത്ത ചില സംഭവങ്ങൾ മഹാഭാരതത്തിൽ സ്കാറ്റേഡായി കിടക്കുന്നുണ്ട്. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭാഷാശൈലിയിൽ വിദഗ്ധരായിട്ടുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായപ്രകാരം മഹാഭാരതം 3 ഭാഗങ്ങളാണ്. 3 കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന 3 ഭാഗങ്ങളുണ്ട് അതിൽ നിന്നാണ്. അതെല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് ഒരു ഗ്രന്ഥാക്കിയതുപോലെയാണ് തെളിവുകളൊക്കെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് ചേർത്ത് വെച്ച സമയത്ത് 2000 കൊല്ലം മുമ്പുള്ളതും 600 കൊല്ലം മുമ്പുള്ളതും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്പ്ലേസ് ചെയ്ത് പോയതായിരിക്കാം എന്നൊക്കെ അദ്ദേഹത്തിന് ഉത്തരം പറയുന്നതൊക്കെ ഉണ്ടായി. അതിലും ആദ്യം ഒരു യുദ്ധം തുടങ്ങാൻ പോകുന്ന സമയത്ത് കൃഷ്ണൻ്റെ അടുത്ത് അർജുനൻ പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ഭീഷ്മ പിതാമഹൻ്റെ ഒരൊറ്റ അസ്ത്രം മതി നമ്മുടെ 7 അക്ഷൗഹിണി പട ചാമ്പലാവാൻ. കർണൻ്റെ ഒരൊറ്റ അസ്ത്രം മതി നമ്മൾ മുഴുവനും ഇതേമാതിരി തന്നെ അഗ്നിക്കിരയാകാൻ. ദ്രോണാചാര്യരുടെ ഒരു അസ്ത്രം മതി നമ്മൾ മുഴുവൻ നശിക്കാൻ. ഇങ്ങനെ ഇരിക്കെ ആ 3 പേരും കൂടെ എതിർവശത്ത് നിൽക്കുകയാണ് യുദ്ധം ചെയ്യാൻ. അപ്പോൾ നമ്മൾ യുദ്ധത്തിന് ഇറങ്ങാന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമല്ലേ? അപ്പോൾ എന്തിനാ യുദ്ധം വേണോ നമുക്ക് എന്ന് കൃഷ്ണനോട് ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, സന്ധ്യാസമയത്ത് ചെന്നിട്ട് ഭീഷ്മ പിതാമഹനോട് ഈ ചോദ്യം ചോദിക്കും, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഉത്തരം എന്താണെന്ന് കേൾക്കുന്നു. വൈകുന്നേര സമയത്ത് ഭീഷ്മ പിതാമഹൻ്റെ അടുത്ത് ചെന്നു സാഷ്ടാംഗം നമസ്കരിച്ചു, എന്താ മോന് വേണ്ടത്? അപ്പോൾ ഇത് പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ 3 പേരിൽ ഒരാൾ മാത്രം മതി, ഒരാളുടെ ഒരസ്ത്രം മതി ഞങ്ങൾക്ക് ചാമ്പലാവാൻ. അപ്പോൾ ഈ 3 പേരും ഇരിക്കെ യുദ്ധം ചെയ്യാൻ പുറപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആത്മഹത്യയല്ലേ അതിൻ്റെ അവസാനം? അപ്പോൾ അദ്ദേഹം പറയാണ്, മോനെ ഒന്നും വിഷമിക്കേണ്ട, യുദ്ധം തുടങ്ങി 10ാം ദിവസം ആകുമ്പോൾ നിൻ്റെ അസ്ത്രം എൻ്റെ ആ ശരീരം മുഴുവൻ തറച്ച് ഞാൻ നിലം പതിക്കും, പിന്നെ ഞാൻ യുദ്ധം ചെയ്യലുണ്ടാവും. അർജുനൻ ഞെട്ടിപ്പോയത് കേട്ട സമയത്ത് പിന്നെ പറഞ്ഞു, ദ്രോണാചാര്യരെ ശിരസ് ഇത്രാമത്തെ ദിവസം നിൻ്റെ അസ്ത്രം കൊണ്ട്, പിന്നെ ഇത്രാമത്തെ ദിവസം ദ്രോണാചാര്യരുടെ തല ഛേദിക്കപ്പെടുന്നു. അത് കേട്ട സമയത്തും ഇദ്ദേഹം ഞെട്ടിപ്പോയി. പിന്നെ കർണൻ്റെ തല നിൻ്റെ അസ്ത്രം കൊണ്ട് അറ്റുപോകും. അതോടുകൂടി 3 പേര് അവസാനിച്ചു. പിന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ നായകത്വത്തിൽ നിങ്ങളാണ് യുദ്ധം ജയിക്കുക. ഇതൊക്കെ നിയതി മുമ്പേ കൽപ്പിച്ചു വെച്ചതാണ്. ഇതിൽ ഞാനും ഒന്നുമല്ല. നമ്മളെ ഏൽപ്പിച്ച പണിക്ക് അങ്ങ് നിന്ന് കൊടുത്താൽ മതി, അത് ചെയ്യിക്കുന്നതും നിയതിയാണ്. അതുകൊണ്ട് ഇതൊന്നും വിഷമിക്കാനില്ല മോനെ എന്ന് പറഞ്ഞു. അതോടുകൂടി അർജുനൻ വളരെയധികം അത്ഭുതസ്തബ്ധനായി തിരിച്ചു പോരുകയാണ്. അപ്പം അങ്ങനെ പറയാണ്. അപ്പോൾ ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു എഴുതപ്പെട്ട നാടകം വായിച്ചതിൻ്റെ ശേഷം അഭിനയിക്കാൻ പോകുന്നത് പോലെയാണ് മഹാഭാരതം. അപ്പോൾ നമുക്കറിയാം പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് ഇവരൊക്കെ മിണ്ടാതെ ഇങ്ങനെ കൂളായിട്ട് ഇരുന്നത്, അതിൻ്റെ അപ്പുറം ഭഗവാൻ വരും സാരി കൊടുക്കുന്നൊക്കെ അവർക്ക് ആദ്യം അറിയാമെന്ന് ത്രികാലജ്ഞാനികളായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നാടകം അഭിനയിക്കുന്ന മാതിരി മാത്രമാണ്. അതിൽ അഭിനയിക്കാതിരിക്കാൻ നിവൃത്തിയില്ല, നിയതിയുടെ ഒരു തരം പോക്കാണ്. അപ്പം ഇങ്ങനെ പറയുന്ന സമയത്ത് എന്താ അതിൻ്റെ പിന്നിലെ രഹസ്യം, എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു, വരാൻ പോകുന്നു, കഴിഞ്ഞതൊക്കെ ത്രികാലജ്ഞാനം നമ്മൾ പറയും. ഈ ത്രികാലജ്ഞാനം ആർക്കാണ് ഉണ്ടാവുക, എങ്ങനെ ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആധുനിക മനഃശാസ്ത്രത്തിൽ ചില തമാശകൾ കാണാം. വാഴക്കുന്ന നമ്പൂരിയെ ഒരു ദിവസം ഞങ്ങൾ ക്ഷണിച്ചു. ഞാനന്ന് സ്റ്റുഡൻ്റാണ്, മെഡിക്കൽ കോളേജ് സ്റ്റുഡൻ്റായിരുന്ന സമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വിളിച്ചു. സന്ധ്യാസമയത്ത് പോർട്ടിക്കോവിൽ ഏകദേശം 600 പേരുണ്ട്, സ്റ്റുഡൻസും സ്റ്റാഫും എല്ലാവരും കൂടി. അവിടെ വെച്ച് ഇദ്ദേഹത്തിനൊരു മാജിക് ഷോ ഏർപ്പാട് ചെയ്തു. അങ്ങനെ മാജിക്കിൽ സ്റ്റേജിൽ ഞങ്ങളൊക്കെ സ്റ്റേജിൽ സഹായിക്കാൻ വേണ്ടി അപ്പുറപ്പുറമൊക്കെ ഇയാൾക്ക് വേണ്ട ഒത്താശ ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞു, വയസ്സുകാലമായി, എനിക്കിതിനൊന്നും വയ്യാതായി, പക്ഷെ എന്നാലും മെഡിക്കൽ സ്റ്റുഡൻസ് വിളിക്കുമ്പോൾ വരാനുള്ളൊരു പ്രേരണ എന്താണെന്ന് വെച്ചാൽ വയസ്സായി വല്ല സൂക്കടായിട്ട് ഇവിടെ കൊണ്ടുവന്നാൽ അത് നമ്മളെ മാജീഷ്യനാന്ന് പറഞ്ഞിട്ട് എനിക്ക് വല്ല നിങ്ങളുടെ കൺസിഡറേഷനൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സമ്മതിച്ചതാന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം തന്നെ 12 വയസ്സായ ഒരു കുട്ടിയെ ഒരു മേശപ്പുറത്ത് കിടത്തി ഹിപ്നട്ടൈസ് ചെയ്തിട്ട് എല്ലാവരോടും പറഞ്ഞു, ഈ കുട്ടി ഉറങ്ങുകയാണ്, ആണോ അല്ലേന്ന് നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം, നിങ്ങൾക്ക് ഡോക്ടർമാരല്ലേ, ഞാൻ ഉറക്കി ഹിപ്നട്ടൈസ് ചെയ്തു എന്ന് പറഞ്ഞു. ഇനി നിങ്ങളിൽ ആർക്ക് വേണമെങ്കിൽ എന്ത് ചോദ്യം വേണമെങ്കിൽ ചോദിച്ചാൽ ഞാൻ ഇവനെ കൊണ്ട് അതിൻ്റെ ഉത്തരം പറയിച്ചു തരാമെന്ന്.
അപ്പോൾ ഒരാൾ സിഗരറ്റ് പേപ്പറിൽ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു അക്ക എഴുതി 276 പെരുക്കണം 364 ഡിവൈഡഡ് ബൈ 324 ഓൾ ടു ദ പവർ 2 ഇങ്ങനെയൊക്കെ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൈ ഇങ്ങനെ പൊക്കി. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഈ ഹിപ്നോട്ടൈസ്ഡായി കിടക്കുന്ന കുട്ടിയോട്, ആരോ ഒരാൾ എന്തോ ഒന്ന് എഴുതിയിട്ടുണ്ട്, എന്താണെന്ന് ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് മൈക്ക് വായൻ്റെ അടുത്ത് പിടിച്ചു. അവൻ കൂളായിട്ട് ഇങ്ങനെ പറഞ്ഞു, അത് അതേമാതിരി പണ്ട് വായിക്കുന്ന മാതിരി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഒത്തുകളിയായിരിക്കും, ഇന്നലെ ബൈഹാർട്ട് പഠിപ്പിച്ചായിരിക്കും, നിങ്ങൾക്ക് ആർക്കാ തോന്നുന്നു വെച്ചാൽ നിങ്ങൾക്ക് പരീക്ഷണം നടത്താം. അങ്ങനെ ഓരോരുത്തർ ഓരോന്ന് എഴുതി 13 പേരോളം ടെസ്റ്റ് ചെയ്ത് അത് ശരിയാണെന്ന് തെളിഞ്ഞു. അപ്പോൾ ഈ കിടക്കുന്ന ഹിപ്നോട്ടൈസ് ചെയ്ത ഒരാളുടെ സ്വഭാവം എന്താ വെച്ചാൽ, ഹിപ്നോട്ടൈസ് ചെയ്ത ആൾ എത്ര മെല്ലെ പറഞ്ഞാലും അയാൾ കേൾക്കും, അതിന് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. പക്ഷെ അല്ലാത്തവർ എന്ത് പറഞ്ഞാലും കേൾക്കില്ല, വെടി പൊട്ടിച്ചാൽ പോലും ആ ആൾക്ക് കേൾക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു വിശേഷതയുണ്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് അയാളെ ഉണർത്തി എഴുന്നേറ്റ് പറഞ്ഞു വെച്ചു. എന്നിട്ടാണ് ബാക്കി മാജിക് ഷോ കാണും. ഇത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടർമാരുടെ ഇടയിൽ ഭയങ്കര ചർച്ചയായി, എന്തിപ്പോൾ ഇതിങ്ങനെ, എങ്ങനെ അതൊക്കെ സാധിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റൊരു സംഭവം എന്താ വെച്ചാൽ നാഡിഗ്രന്ഥമാണ്. നാഡിഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നവർ വിശ്വസിക്കാത്തവർക്കുണ്ട്. വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് ശാസ്ത്രത്തെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല. ഇപ്പോൾ 90 സ്പുട്നിക് നമ്മൾ ചന്ദ്രഗോളത്തിലേക്ക് വിട്ടു, അതിലൊന്ന് മാത്രം അവിടെ ഇറങ്ങി, ബാക്കി 98 താഴോട്ട് തന്നെ പരാജയപ്പെട്ട് വീണു എന്ന് പറഞ്ഞാൽ ആ ശാസ്ത്രം തെറ്റല്ല, ശാസ്ത്രം ശരിയാണ്. ആകസ്മികമായിട്ട് ഫ്ലൂക്കിന് ഒന്ന് അവിടെ ചെന്നിറങ്ങിയതാണെന്ന് ആരും പറയില്ല, ശാസ്ത്രം ശരിയാണെന്ന് അർത്ഥം. പക്ഷേ ടെക്നിക്കലായിട്ടുള്ള ഷോർട്ട് കമ്മിങ്സ് കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് വരാം. അതുപോലെ ഈ നാഡിഗ്രന്ഥത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. നമ്മൾ കയ്യൊപ്പ് മാത്രം കൊടുക്കണം. കയ്യൊപ്പ് കൊടുത്താൽ അതിൽ നമ്മളെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഭാര്യയുടെ വിവരങ്ങൾ, മക്കളുടെ വിവരങ്ങൾ, അവരുടെ ലഗ്നം, ഡേറ്റ് ഓഫ് ബർത്ത് സാറും ഉണ്ടാവും. പിന്നെ അടുത്ത ജന്മം എന്താ, കഴിഞ്ഞ ജന്മം എന്താ, ഇതൊക്കെ പറയുന്നുണ്ട്, ഒക്കെ ശരിയാവുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഇത് ആരത് എഴുതി വെച്ച് വയ്ക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ എഴുതിയിട്ടുണ്ട്. മൃഗുനാടിയുണ്ട്, ഭൂസുണ്ട നാടിയുണ്ട്, ശുഖനാടിയുണ്ട്, അഗസ്ത്യർ നാടിയുണ്ട്, അങ്ങനെ ഓരോ നാടിഗ്രന്ഥങ്ങൾ. അത് ഓരോന്ന് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ അത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നവരുടെ ഷോർട്ട് കമ്മിങ്സ് കൊണ്ട് പലതരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന് തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ഒക്കെ പിന്നിൽ ഒരു മഹത്തായിട്ടുള്ള സംഗതിയുണ്ട്. അത് ഹിപ്നോട്ടൈസ് ചെയ്ത് ഹിപ്നോട്ടിക് സയൻസ് ഡെവലപ്പ് ചെയ്ത് പോരുന്ന സമയത്ത് പല കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിരുന്നു. ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബോധമനസ്സ് അങ്ങ് ലയം പ്രാപിക്കുകയാണ്. അതായത് ഓബ്ജക്റ്റീവ് മൈൻഡ് എന്ന് അവരെ തന്നെ പറയുന്നത്. ഓബ്ജക്റ്റീവ് മൈൻഡ് എന്ന് പറഞ്ഞാൽ വേൾഡ് ഓഫ് ഓബ്ജക്ട്സ്, ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചമായിട്ട് ബന്ധപ്പെടുന്ന നമ്മുടെ മനസ്സിൻ്റെ ഭാഗത്തിനെയാണ് ഓബ്ജക്റ്റീവ് മൈൻഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നതും ഭാഷ പഠിച്ച ആ ഭാഷയുള്ളവരായിട്ട് കൈകാര്യം ചെയ്യുന്നതും അത് ഗവേഷണം ചെയ്യുന്നതും കണ്ടുപിടുത്തം ഉണ്ടാക്കുന്നു എല്ലാം നമ്മുടെ ഓബ്ജക്റ്റീവ് മൈൻഡിൻ്റെ പ്രതിഭാസമാണ്. ഓബ്ജക്റ്റീവ് മൈൻഡും വേൾഡ് ഓഫ് ഓബ്ജക്ട്സും തമ്മിലുള്ള ഇൻട്രാക്ഷനിലാണ് നമ്മളെ ലൈഫ് അധിഷ്ഠിതമായിരിക്കുന്നത്. എന്നാൽ ഹിപ്നോട്ടൈസ് നമ്മളതുകൊണ്ട് ഉറങ്ങി എന്ന് വയ്ക്കാം. സാധാരണ നമ്മളങ്ങ് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ബോധമനസ്സ് പ്രവർത്തിക്കുന്നേയില്ല, ഓബ്ജക്റ്റീവ് മൈൻഡ് വർക്ക് ചെയ്യുന്നില്ല. ആര് വന്ന് വിളിച്ചാലും ഒന്നും അറിയുന്നില്ല, നോക്കിയാൽ കാണുന്നില്ല, കണ്ണ് തുറന്നു വെച്ച് ഉറങ്ങുകയാണെങ്കിൽ തിരിച്ചറിയുന്നില്ല, മേലെന്ത് കഴിഞ്ഞു പോയാലും നമുക്ക് യാതൊരു വിരോധമില്ല, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ആ സമയത്തും ഹാർട്ട് അടിക്കുന്നു, ശ്വാസോച്ഛ്വാസം നടക്കുന്നു, ബ്ലഡ് പമ്പ് ചെയ്യപ്പെടുന്നു, ശരിക്ക് കിഡ്നികളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഗ്ലാൻസ് ഫങ്ഷൻ ചെയ്യുന്നു, തിന്ന ആഹാരം ദഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ യാതൊരു കുഴപ്പവും ശരീരത്തിന് പറ്റുന്നില്ല. മാത്രമല്ല ബ്ലഡിൻ്റെ ഉള്ളിലുള്ള കെമിസ്ട്രി, സോഡിയം, പൊട്ടാസ്യം, ബ്ലഡ് യൂറിയ, ബ്ലഡ് ഷുഗർ, ഇതിൻ്റെ ഒന്നും ലെവൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പവും പറ്റാതെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എൻ്റെ ഈ ഓബ്ജക്റ്റീവ് മൈൻഡ് ടോട്ടലായിട്ട് ഡിസോൾവ് ചെയ്ത സമയത്തും ഉറങ്ങാതെ ഉണർന്നിരിക്കുന്ന മറ്റൊരു ശക്തി ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് അർത്ഥം. അതാണ് ഹാർട്ട് അടിപ്പിക്കുന്നത്, ശ്വാസോച്ഛ്വാസം നടത്തുന്നു, ഈ മസിൽ ടോണ്, നെർവ് ടോൺ, ഇതൊക്കെ കീപ്പ് ചെയ്യുന്നു. നമ്മുടെ ജീവനോടുകൂടി നിലനിർത്തുന്നത് ആ മൈൻഡാണ്, ആ ബോധമാണ്. അതിനെ അവർ സബ്ജക്റ്റീവ് മൈൻഡ് എന്ന് പറയും. ഇതിനെ നിലനിർത്തുന്നതായിട്ടുള്ള മറ്റൊരു മൈൻഡ്. ഓബ്ജക്റ്റീവ് മൈൻഡ് ബോധമില്ലാതെ ഉറങ്ങുന്ന സമയത്തും സബ്ജക്റ്റീവ് മൈൻഡ് ഉറങ്ങാതെ ഉണർന്ന് പ്രവർത്തിക്കുന്നു. ഈ ഓബ്ജക്റ്റീവ് മൈൻഡ് ഉണർന്നിരിക്കുന്ന സമയത്തും സബ്ജക്റ്റീവ് മൈൻഡ് ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഓബ്ജക്റ്റീവ് മൈൻഡ് ഉറങ്ങുന്ന സമയത്തും സബ്ജക്റ്റീവ് മൈൻഡ് ഉണർന്ന് പ്രവർത്തിക്കുന്നു. അപ്പോൾ സബ്ജക്റ്റീവ് മൈൻഡ് ഉറക്കമില്ല, യാതൊരു തരത്തിലുള്ള
വിടുതലുമില്ല അതിൻ്റെ പ്രവൃത്തിക്ക്. അത് അനസ്യൂതം, നിരന്തരം. അതായത് നമ്മൾ എന്ന് തുടങ്ങി അവസാനം മരണം വരെ അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, ആ സബ്ജക്റ്റീവ് മൈൻഡ്. അപ്പോൾ ഈ സബ്ജക്റ്റീവ് മൈൻഡ് അസാധാരണ കഴിവുകളെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തി നോക്കി. അപ്പോൾ എന്താണ് നമ്മൾ ആഹാരം കഴിക്കുന്നത് നോക്കുക. ആഹാരം കഴിച്ചു, നമ്മൾ കുറേ ചോറും കറിയും എല്ലാം കൂടി കഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അതിൽ എത്ര പ്രോട്ടീൻ ഉണ്ട്, എത്ര ഫാറ്റ് ഉണ്ട്, എത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, എത്ര വൈറ്റമിൻസ്, എത്ര മിനറൽസ്, എത്ര ട്രേസ് എലമെൻറ്റ്സ്, ഇത്രയേ ഉള്ളൂ 6 ഘടകങ്ങൾ. ഇത് എത്ര ഉണ്ടെന്ന് അളന്ന് കണക്കാക്കി അതിനെ ദഹിപ്പിക്കാൻ എത്ര എൻസൈം വേണം, അത്രമാത്രം എൻസൈമാണ് ഈ ഗ്ലാൻസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. അതിന് മെറ്റബിളൈസ് ചെയ്യാൻ, ഇപ്പോൾ ഷുഗർ ആണെങ്കിൽ എത്ര ഷുഗർ അകത്ത് ചെന്നു, അതിനെ മെറ്റബിളൈസ് ചെയ്യാൻ എത്ര ഇൻസുലിൻ മോയിറ്റീസ് വേണം, അത്രമാത്രമേ പാങ്ക്രിയാസിൽ നിന്ന് വരുള്ളൂ. കുറച്ച് കൂടുതൽ സെക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ലെവൽ താഴ്ന്ന് നമ്മൾ അന്നേരം മരിച്ചു കളയും. കുറച്ച് കുറഞ്ഞു പോയി എന്ന് വെച്ചാൽ ഗ്ലൂക്കോസ് ലെവൽ ശരീരത്തിൽ കൂടുതലായിട്ട് ഹൈപ്പർഗ്ലൈസീമിക് കോമ, ബോധം കെട്ടുപോകും. പൊട്ടാസ്യം ലെവൽ കുറച്ച് കൂടിയെന്ന് വെച്ചാൽ അന്നേരം ഹാർട്ട് സ്റ്റോപ്പ് ചെയ്യും. കുറഞ്ഞാലും ഹാർട്ട് സ്റ്റോപ്പ് ചെയ്യും. 3.5 മുതൽ 5.5 വരെ. 3.5 താഴെ പോയാൽ ഹാർട്ട് നിൽക്കും, 5.5 മേലെ പോയാലും ഹാർട്ട് നിൽക്കും. അപ്പോൾ ഇതൊന്നും പോവാതെ ഇപ്പോൾ നാരങ്ങ വെള്ളം നമ്മൾ കുടിച്ചു, അല്ലെങ്കിൽ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ചു, നമ്മൾ കിടന്നുറങ്ങി നിൽക്കുക. പൈനാപ്പിൾ ജ്യൂസ്, നാരങ്ങ വെള്ളം മുതലായതിലൊക്കെ ഒരുപാട് പൊട്ടാസ്യം ഉണ്ട്. പക്ഷേ നമ്മുടെ ബ്ലഡിൽ പൊട്ടാസ്യം ലെവൽ 5.5 കൂടുതലാവില്ല. കൂടുതലായിക്കഴിഞ്ഞാൽ അപ്പം ഹാർട്ട് നിന്ന് കളയും. അപ്പോൾ ബോധപൂർവ്വം ഇതിനൊക്കെ ദഹിപ്പിക്കാൻ എത്ര എൻസൈം വേണം അത്രമാത്രം സെക്രീറ്റ് ചെയ്യണം. കൂടുതൽ എൻസൈം സെക്രീറ്റ് ചെയ്താൽ ആഹാരത്തെ ദഹിപ്പിച്ച് ബാക്കിയുള്ള എൻസൈം ശരീരത്തെ അങ്ങ് ദഹിപ്പിക്കും. വലിയ അപകടമാണ്. ഇനി വേണ്ടത്ര എൻസൈം സെക്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഈ ആഹാരം ഉള്ളിൽ കിടന്ന് ജീർണിച്ച് നമ്മൾ ചത്തുപോകും. അപ്പോൾ ഇങ്ങനൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ എഫിഷ്യൻ്റായിട്ട് അളന്ന് കണക്കാക്കി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു മഹാശക്തി ഉണർന്ന് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ. അതിനെയാണ് സബ്ജക്റ്റീവ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആഹാരം ദഹിപ്പിക്കാൻ ഇത്രയധികം കഴിവ് കാണിക്കുന്നുണ്ടെങ്കിൽ ഹാർട്ടടി, ലങ്സിൻ്റെ, കിഡ്നിയുടെ ഒക്കെ പ്രവർത്തനം ഇത്ര ഭംഗിയായിട്ട്, പിന്നെ തലച്ചോറിലാണെങ്കിൽ എത്രയാ സെൻറ്റേഴ്സ്, കോടി സെൻറ്റേഴ്സാണ്. അതെല്ലാം ഉണർന്ന് പ്രവർത്തിപ്പിക്കുന്ന ഒരു മഹാശക്തി ഉള്ളിലുണ്ട്. അതിനെ സബ്ജക്റ്റീവ് മൈൻഡ് എന്ന് പറഞ്ഞു. ആ സബ്ജക്റ്റീവ് മൈൻഡിനെ കുറിച്ച് കുറച്ച് ഗവേഷണം ചെയ്യാമെന്ന് തീരുമാനിച്ചു മനഃശാസ്ത്രകാരന്മാർ. അവരങ്ങനെ ഗവേഷണം നടത്തി നോക്കി. ഹിപ്നോ സയൻസ് ഡെവലപ്പ് ചെയ്ത സമയത്ത് ഒരാളെ സബ്ജക്റ്റീവ് മൈൻഡിനെ സ്റ്റഡി ചെയ്യാൻ ഈ ഒബ്ജക്റ്റീവ് മൈൻഡിനെ അങ്ങ് ഉറക്കുക, ഹിപ്നോട്ടൈസ് ചെയ്ത് ഉറക്കി കഴിഞ്ഞതിന് ശേഷം സബ്ജക്റ്റീവ് മൈൻഡ് നമ്മളും തമ്മിൽ ബന്ധപ്പെടുക. അപ്പം അങ്ങനെ അവരാദ്യം നോക്കി. ഹിപ്നോട്ടൈസ് ചെയ്തതിന് ശേഷം അയാൾക്ക് സജഷൻ കൊടുക്കുകയാണ്, കയ്യിൽ കുറച്ച് തിളച്ച എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് പൊള്ളിച്ചിട്ട് ഒരു ഗവേഷണം ചെയ്യാനാന്ന് പറഞ്ഞിട്ട് അയാളോട് പറയുകയാണ്, ഉറങ്ങിക്കിടക്കുന്ന ആളോട് കുറച്ച് തിളച്ച എണ്ണ ഒഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പച്ചവെള്ളം ഒഴിക്കുകയാണ്. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അയാൾ പൊള്ളുന്ന അനുഭവമൊക്കെ ഇങ്ങനെ കാണിക്കും, നീണ്ട് വലിഞ്ഞ് വേണ്ട വിഷമങ്ങളൊക്കെ കാണിക്കും. മാത്രമല്ല കയ്യിൽ പൊക്കളയുണ്ട് വരും, ബബിൾസ്, ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ സ്കാൾഡിങ് എന്ന് പറയില്ലേ, വെറ്റ് ബേണിങ് ഉണ്ടായാൽ എങ്ങനെ, ശരിക്കും തിളച്ച എണ്ണ ഒഴിച്ചാൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, അതൊക്കെ ഉണ്ടാവും. ഒഴിച്ചത് പച്ചവെള്ളമാണ്. അപ്പോൾ ഈ സബ്ജക്റ്റീവ് മൈൻഡ് സങ്കല്പിച്ചു തിളച്ച എണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പോൾ പച്ചവെള്ളം ഒഴിച്ച സമയത്ത് തിളച്ച എണ്ണ ഒഴിച്ച മാതിരിയുള്ള ഫിനോമിന ഉണ്ടായി. അപ്പോൾ യത് ഭാവാ തദ് ഭവതി, സബ്ജക്റ്റീവ് മൈൻഡ് എന്ത് ഭാവിക്കുന്നുവോ അതാണ് ഇവിടെ ഭവിക്കുന്നു എന്ന് മനസ്സിലായി. പിന്നെ നേരെ മറിച്ച് നോക്കി, ഞങ്ങൾ കുറച്ച് പച്ചവെള്ളം ഒഴിക്കുകയാണ് ഒരു പരീക്ഷണം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തിളച്ച എണ്ണ ഒഴിച്ചു. അപ്പോൾ യാതൊരു പൊള്ളലും ഇല്ല, ചൂടുമില്ല, ഒരു കുഴപ്പമില്ല. ഈ പ്രോട്ടീനൊക്കെ 56 ഡിഗ്രീൻ്റെ മേലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രോട്ടീൻ കോയഗുലേറ്റ് ചെയ്യും. പക്ഷേ ഇവിടെ 100 ഡിഗ്രീൻ്റെ മേലെയാണ് തിളച്ച എണ്ണയ്ക്ക്. അത് ഒഴിച്ചിട്ടും പച്ചവെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് പച്ചവെള്ളത്തിൻ്റെ ഗുണം മാത്രമേ അവിടെ ഉള്ളൂ, പ്രോട്ടീൻ കോയഗുലേറ്റ് ചെയ്യുന്നില്ല, ബേൺ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ കാണാനുണ്ട്. അപ്പോൾ സബ്ജക്റ്റീവ് മൈൻഡ് അത് പച്ചവെള്ളമാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തിളച്ച എണ്ണ ഒഴിച്ചാൽ പച്ചവെള്ളത്തിൻ്റെ ക്വാളിറ്റി മാത്രമേ കാണിക്കുകയുള്ളൂ. തിളച്ച എണ്ണയുടെ ഗുണങ്ങൾ അവിടെ പ്രദർശിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് അവിടെ നടക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, തിളച്ച എണ്ണയ്ക്ക് ദഹിപ്പിക്കാനുള്ള പൊള്ളിക്കാനുള്ള കഴിവൊക്കെ അവിടെ പോയി. ആ ഒരു ശക്തി, ദാഹക ശക്തിയെ ന്യൂട്രലൈസ് ചെയ്യാണ് ഏത് ഈ സബ്ജക്റ്റീവ് മൈൻഡ് എന്ന് പറയും. പിന്നെ അവർ നോക്കിയ എന്താണ്, കയ്യിലിങ്ങനെ ബ്ലേഡ് എടുത്ത് കീറുകയാണ്. കീറുമ്പോൾ എത്രയോ അധികം ഞരമ്പുകൾ കട്ട് ചെയ്ത് ബ്ലഡ് ഇങ്ങനെ ജെറ്റായി വരേണ്ടതാണ്. 20 സെക്കൻഡിൽ 60,000 നാഴിക ബ്ലഡ് ഓടുന്നുണ്ട് ശരീരത്തിൽ എന്നാണ് പറയും. ഭയങ്കര സ്പീഡിലാണ്. കാലിലും കയ്യിലും
സിറിഞ്ച് വെച്ച് ഒപ്പം റെഡി 1 2 3 എന്ന് പറയുമ്പോൾ ഒരാൾ ഇഞ്ചക്ട് ചെയ്യുക, മറ്റൊരാൾ ബ്ലഡ് വലിച്ചെടുക്കുക. ഈ ബ്ലഡിൽ ആ മരുന്ന് കാണാൻ പറ്റുന്നവർ എത്ര സ്പീഡിലാണ് ബ്ലഡ് ഓടും. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇവിടെ ഒരു ബ്ലേഡ് കൊണ്ട് ഒരു ഇൻസിഷൻ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം 7000-ഓളം രക്തക്കുഴലുകൾ മുറിഞ്ഞാൽ അതിൽ കൂടെ ജെറ്റായിട്ട് ബ്ലഡ് ഒഴുകണ്ട. പക്ഷേ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് നമ്മൾ കൽപ്പിക്കുകയാണ്, ഇത് ഈ ബ്ലേഡ് കൊണ്ട് കീറുന്ന സമയത്ത് വേദനയും ഉണ്ടാവരുത്, രക്തം പൊടിയും ചെയ്യാൻ പാടില്ല. അപ്പോൾ സബ്ജക്റ്റ് മൈൻഡ് വിചാരിച്ചു ദർ വിൽ നോട്ട് ബി ബ്ലീഡിങ്, ദർ വിൽ നോട്ട് ബി പെയിൻ, അങ്ങ് സങ്കല്പിച്ചു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ കയറിക്കഴിഞ്ഞാൽ വാടിപ്പഴുത്ത മാങ്ങ പൂണ്ട് അല്ലെങ്ങനെ അതുപോലെ രക്തം ഓടുന്നില്ല. രക്തം പെട്ടെന്ന് വന്ന് അവിടുന്ന് ബൈപ്പാസ് ചെയ്തിട്ട് എത്തേണ്ട സ്ഥലത്ത് അതേ സമയത്ത് എത്തുന്നുണ്ട്. അപ്പോൾ ഈ മുറിവായൊന്നും പുറത്തേക്ക് വരുന്നില്ല. മാത്രമല്ല കീറുന്ന സമയത്ത് വേദനയില്ല. അപ്പോൾ യത് ഭാവ തദ് ഭവതി, സബ്ജക്റ്റ് മൈൻഡ് എന്ത് ഭാവിക്കുന്നു അത് മാത്രമേ ഇവിടെ ഭവിക്കുകയുള്ളൂ എന്നർത്ഥം. പിന്നെ അവർ കാലദേശങ്ങളെ വെച്ച് ഗവേഷണം നടത്തി. ഹിപ്നോട്ടൈസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയിക്കാൻ പറ്റുന്നവർ, അതായത് കാലദേശാതീതമായിട്ടുള്ള പ്രജ്ഞയാണെന്നർത്ഥം. അതുപോലെ വരാൻ പോകുന്ന കാര്യം ക്രോണോളോജിക്കൽ ഓർഡറിൽ പറയിക്കാൻ പറ്റുന്നതാണ്, കഴിഞ്ഞ കാര്യങ്ങൾ പറയിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ഹിപ്നോ സയൻസിൽ ഈ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് സബ്ജക്റ്റീവ് മൈൻഡിനെ കൊണ്ട് ഇത്രയും വലിയ അത്ഭുതകരമായുള്ള കഴിവുള്ളതാണ് സബ്ജക്റ്റീവ് മൈൻഡിന് എന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ വ്യാപകമായിട്ടുള്ള ഗവേഷണം നടന്നുകൊണ്ടിരിക്കുക. എന്താണ്? ബ്ലഡ് കെമിസ്ട്രി ആൾട്ടർ ചെയ്യാൻ. ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളെ കടത്തിയിട്ട് സബ്ജക്റ്റീവ് മൈൻഡിനോട് ഹിപ്നോട്ടൈസ് ചെയ്ത് സബ്ജക്റ്റീവ് മൈൻഡിനോട് പറയാണ് ലെറ്റ് എ ബ്ലഡ് ഷുഗർ വാല്യൂ ബി ബിറ്റ്വീൻ ദിസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആവുമോ? അല്ല ബ്ലഡ് ഷുഗർ നോർമലാക്കാൻ പറ്റുമോ, ബ്ലഡ് യൂറിയ നോർമലാക്കാൻ പറ്റുമോ, ക്രിയാറ്റിൻ നോർമലാക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഇത് ചെയ്യാൻ പറ്റുമോ എന്നാണ്. അപ്പോൾ ഓബ്ജക്റ്റീവ് മൈൻഡിന് പഠിച്ച ഭാഷയിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സബ്ജക്റ്റീവ് മൈൻഡിന് അങ്ങനെയല്ല, ഏത് ഭാഷയിൽ ആരെന്ത് പറഞ്ഞാലും അതിൻ്റെ സെൻസ് ക്യാപ്ചർ ചെയ്ത് ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ അമൃതാനന്ദമയൊക്കെ അമ്മ ജപ്പാനിലൊക്കെ പോകുന്ന സമയത്ത് ഒരിക്കൽ അമ്മ പറഞ്ഞതാണ്. അവിടെ വരുമ്പോൾ കുട്ടികളൊക്കെ കുടുകുടു എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നതൊക്കെ അമ്മ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയെ കൊടുക്കും. അവരെന്തൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ ഏകദേശം അവരുടെ മുഖമൊക്കെ കാണുമ്പോൾ മനസ്സിലാവും എന്ന് പറയും. അപ്പോൾ അവർക്ക് ഈ സബ്ജക്റ്റ് മൈൻഡ് ഒരു സ്റ്റിമുലേഷൻ കിട്ടിയതുകൊണ്ട് കൂടുതലായിട്ട് അവർക്ക് നമ്മളെക്കാളും മറ്റുള്ളവരുടെ ഹൃദയത്തെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായി എന്ന് വരാം. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ആലോചിച്ച് നോക്കുകയാണ് ഈ സബ്ജക്റ്റീവ് മൈൻഡ് എന്നുള്ള കോൺസെപ്റ്റ്. സബ്ജക്റ്റീവ് മൈൻഡ് കാലദേശത്തെ അതികടക്കുക എന്നുള്ളത് നമ്മൾ അധിക്കുക എന്നാണ് പറയുക. അധിക്കുക എന്ന് പറഞ്ഞാൽ അധിക്കാൻ കഴിവുള്ള ഒരു വസ്തുവിനെ ആത്മാ എന്നാണ് നമ്മൾ പറയാം, ആത്മാ. അപ്പോൾ ആത്മാവ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിച്ച് ക്യാൻ പെനിട്രേറ്റ് എനിത്തിങ്, കാലദേശങ്ങളെപ്പോലും പെനിട്രേറ്റ് ചെയ്ത് അപ്പുറം കാണാൻ കഴിയുന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഈ ആത്മാ എന്നുള്ള നമ്മുടെ കോൺസെപ്റ്റ് ആയിരിക്കണം ഇവർ സബ്ജക്റ്റീവ് മൈൻഡ് എന്നുള്ള അവസ്ഥയിൽ കൊണ്ടുവന്നതെന്നൊക്കെ സങ്കല്പിച്ചുകൊണ്ട് ചില ഗവേഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ഭാവി ഭൂതം വർത്തമാനമൊക്കെ പറയാൻ പറ്റും ഈ സബ്ജക്റ്റീവ് മൈൻഡിന്. വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുമെന്ന് പറയാം. അപ്പോൾ ഈ സബ്ജക്റ്റീവ് മൈൻഡിനെ ഉണർത്തുക. അപ്പോൾ നമ്മൾ ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓബ്ജക്റ്റീവ് മൈൻഡും സബ്ജക്റ്റീവ് മൈൻഡും രണ്ടാണ്. ഓബ്ജക്റ്റീവ് മൈൻഡിന് പരിമിതമായ കഴിവുകളാണ്. അത് എപ്പോഴെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കഴിവുകളൊന്നുമില്ല, അലിഞ്ഞു പോയി. അപ്പോൾ ഉണർന്നിരിക്കുന്ന സമയത്ത് സബ്ജക്റ്റീവ് മൈൻഡിന് അസാധാരണമായുള്ള കഴിവുണ്ട്. കാലദേശാതീതമായുള്ള മഹാപ്രജ്ഞ, പഞ്ചഭൂതങ്ങളുടെ മേലെ അതീശത്വ ചക്ര, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഓബ്ജക്റ്റീവ് മൈൻഡിന് ഈ കഴിവുകളൊന്നുമില്ല. അപ്പോൾ ഈ ഓബ്ജക്റ്റീവ് മൈൻഡും സബ്ജക്റ്റീവ് മൈൻഡും തമ്മിലൊന്ന് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ 1% ഓബ്ജക്റ്റീവ് മൈൻഡ് സബ്ജക്റ്റീവ് മൈൻഡിലേക്ക് അങ്ങ് അടിയറ വെച്ചു എന്ന് വയ്ക്കുക, സമർപ്പിച്ചു എന്ന് വെച്ചാൽ 1% സബ്ജക്റ്റീവ് മൈൻഡിൻ്റെ കഴിവ് ഓബ്ജക്റ്റീവ് മൈൻഡിലേക്ക് അങ്ങ് സംക്രമിക്കും. അങ്ങനെ മുഴുവനായിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ സബ്ജക്റ്റീവ് മൈൻഡിൻ്റെ കഴിവ് മുഴുവനായിട്ട് ഓബ്ജക്റ്റീവ് മൈൻഡിൽ തന്നെ കിട്ടും. അപ്പോൾ അയാൾ അതിൽ ആ തീ കൂടെ വന്നോളൂ, തീ പൊള്ളില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് നടക്കുമ്പോൾ തീ പൊള്ളില്ല എന്ന് പറഞ്ഞാൽ പൊള്ളില്ല. വേറൊരാളെ ഇയാൾ സ്പോൺസർ ചെയ്താൽ മതി, നീ അതിൽ വന്നോ, നിനക്കത് തീ പൊള്ളില്ല എന്ന് പറഞ്ഞാൽ അയാളെയും പൊള്ളിക്കില്ല, തീ പൊള്ളാതെ വരും. അതുപോലെ വെള്ളത്തിൽ കൂടെ നടന്നു, നീ ആണ്ട് പോവില്ല എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൽ ആണ്ട് പോകാനുള്ളതായ ആ പ്രിൻസിപ്പിൾസിനെ നിഗേറ്റ് ചെയ്യാണ്. പതഞ്ജലി യോഗസൂത്രത്തിൽ സൂക്ഷ്മമായിട്ട് ഈ തത്വങ്ങളൊക്കെ പറയുന്നുണ്ട്. ജലപങ്ക കണ്ടകാദിഷു ഉത്ക്രാന്തിജ സിദ്ധയ എന്ന് പറഞ്ഞിട്ട്. ആ ഉത്ക്രാന്തി എന്നുള്ള അവസ്ഥ എന്താണ്? ഒരു പ്രത്യേക തരത്തിലുള്ള ധ്യാനം എത്തിക്കഴിഞ്ഞാൽ, മെൻ്റൽ വൈബ്രേഷൻ എത്തിക്കഴിഞ്ഞാൽ ഗ്രാവിറ്റിയെ നള്ളിഫൈ ചെയ്യാൻ നമുക്ക് കഴിയുന്നു, ഗ്രാവിറ്റി ഇല്ലാതാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ മേലെ നടക്കാം, ചളി കൂടെ ആണ്ടുപോകാതെ നടക്കാം, മുള്ളിൻ്റെ മേലെ മുള്ള് തറക്കാതെ നടക്കാം എന്നൊക്കെ പതഞ്ജലി പറയുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള കഴിവുകളൊക്കെ
ഇവർക്കുണ്ടാവും. മാത്രമല്ല വേറൊരാളോട് പറഞ്ഞ് സാരില്ല ആ കടന്നക്കൂടിൽ കയറിയിട്ട് അത് എടുത്തോളൂ, കടന്നിൽ കുത്തില്ല എന്ന് പറഞ്ഞാൽ അവരെയും കുത്തില്ല. ലിവിങ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വിവരിച്ചതായി നമുക്ക് കാണാം. അതൊക്കെ ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ ഉള്ളതാണെന്നുള്ളതിന് യാതൊരു സംശയമില്ലാതെ തെളിവുകളുമുണ്ട്. അങ്ങനെ അപ്പോൾ ഈ സബ്ജക്റ്റീവ് മൈൻഡ് ഒബ്ജക്റ്റീവ് മൈൻഡ് ഉള്ളതിലാണ് നമ്മൾ ധ്യാനം എന്ന് പറഞ്ഞാൽ ധീ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് മൈൻഡാണ്. ധ്യാനം എന്ന് പറഞ്ഞാൽ അതിനെ കൂട്ടിക്കൊണ്ടു പോവുക, നയിച്ചു കൊണ്ടുപോവുക. എവിടെ? സബ്ജക്റ്റീവ് മൈൻഡായിട്ട് ബന്ധപ്പെടാൻ. അപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് ഒരു പാവപ്പെട്ട ഒരാളുണ്ട്, അപ്പുറം താമസിക്കുന്നു. ഒരു വലിയ എസ്റ്റേറ്റ് മുതലാളി ഇപ്പുറം താമസിക്കുന്നു, ഒരു വളരെ റിച്ച് മാൻ. അപ്പോൾ മറ്റാൾ വളരെ പൂറായിട്ടുള്ളൊരു മനുഷ്യൻ. അയാളുടെ മകനും ഇയാളുടെ മോളും ഒരു കോളേജിലാണ് പഠിക്കുന്നത്. പരീക്ഷ കഴിഞ്ഞപ്പോൾ അവന് റാങ്ക് കിട്ടി, ഫസ്റ്റ് റാങ്ക് കിട്ടി. ഇവളാണെന്ന് വെച്ചാൽ കഷ്ടി മാർക്ക് കിട്ടാതെ തോറ്റിരിക്കുകയാണ്, BSc ആണ്. ആ സമയത്ത് ഈ മുതലാളി ആ റാങ്ക് കിട്ടിയ ആളുടെ അച്ഛനെ വിളിച്ചു വരുത്തുകയാണ്. അയാൾ വന്നിട്ട് പറയാണ്, എൻ്റെ മോൾക്ക് നല്ലൊരു മനുഷ്യൻ വേണം, നിൻ്റെ മകൻ വളരെ ഉയർന്നു പോകാൻ സാധ്യതയുള്ളവനാണ്, പണത്തിൻ്റെ അഭാവം മാത്രമേ ഉള്ളൂ, അത് ഞാൻ ചെയ്യാം, എൻ്റെ മകൾക്ക് അവനെ കല്യാണം കഴിക്കാൻ നീ സമ്മതിക്കണം എന്നാണ്. ഉടനെ അയാൾ കരഞ്ഞു പറയാണ്, അയ്യോ ഇവിടെ മുറ്റടിച്ച് വരാൻ കൂടി ഞങ്ങൾ യോഗ്യരല്ല, പിന്നെ എങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിയാവില്ല, അതൊക്കെ ഞാനേറ്റവും, നീ സമ്മതിക്കോ ഇല്ലേ എന്ന് പറഞ്ഞാൽ മതി. അവസാനം സമ്മതിപ്പിക്കുകയാണ്. സമ്മതിപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താണ്, 3-4 ലോറി നിറയെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അവൻ്റെ വീടിൻ്റെ അവിടെ വലിയൊരു ബംഗ്ലാവ് പണിയാണ്, അങ്ങോട്ട് വലിയൊരു രാജപാത ഉണ്ടാക്കി. മാത്രമല്ല അവൻ്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി ഒരുപാട് ഉറുപ്പിക അതിലിട്ടിട്ട് ഒരു ബുക്കും ഒരു പാസ്ബുക്കും ഒക്കെ ശരിയാക്കി കൊടുത്ത് വിതിൻ നോ ടൈം ഇവിടെയുള്ള ഈ റിച്ച്നെസ് മുഴുവൻ അങ്ങോട്ട് ഒരു ഏകദേശം പകുതി വരെ അവിടെ എത്തി. പെണ്ണിനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചോളൂ. ഇതുപോലെയാണ് നമ്മൾ ഈ ഒബ്ജക്റ്റീവ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ ദരിദ്രനായിട്ടുള്ള ദാരിദ്ര്യം പിടിച്ച കുചേലനാണ്. അയാൾക്ക് എന്നായാലും പട്ടിണി തീരില്ല, എന്നായാലും പ്രാരബ്ധങ്ങളാണ്. പക്ഷേ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഈ സബ്ജക്റ്റീവ് മൈൻഡ് എന്ന് പറഞ്ഞാൽ കാലദേശാതീതമായുള്ള പ്രജ്ഞ, പഞ്ചഭൂതങ്ങളുടെ മേൽ അതീശ്വര ശക്തി, അഷ്ടാശ്വര ഇതൊക്കെ ഉള്ളതാണ്. അതായത് കൃഷ്ണൻ താഴെയുണ്ടെന്ന്. എന്നിട്ട് ഈ കൃഷ്ണനും ഇയാളും തമ്മിൽ ബന്ധപ്പെടാത്തതുകൊണ്ട് മാത്രമാണ് ഈ ദാരിദ്ര്യം മുഴുവൻ. അവസാനം ഈ ബുദ്ധി ഉപദേശിക്കുകയാണ്, ഭാര്യ ഉപദേശിക്കുകയാണ്, നിങ്ങൾ പണ്ട് കൃഷ്ണൻ്റെ കൂടെ ആയിരുന്നല്ലോ, അന്ന് യാതൊരു പ്രാരബ്ധം ഇല്ലായിരുന്നു, അതുകൊണ്ട് വിട്ടുപോകുന്നതിന് ശേഷം അല്ലേ ഈ പ്രാരബ്ധം, അപ്പോൾ ഒന്നും കൂടി കൃഷ്ണനെ കണ്ടു നോക്കിയാൽ ഇതിനൊരു പരിഹാരമായെങ്കിലോ എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അങ്ങനെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് മൈൻഡ് കുചേലൻ കൃഷ്ണനെ കാണാൻ, സബ്ജക്റ്റീവ് മൈൻഡിനെ കാണാൻ പോവുക. കണ്ടോടുകൂടി എന്തായി, ഈ കുചേലൻ അറിയാതെ തന്നെ കൃഷ്ണൻ്റെ അനന്ത വൈഭവങ്ങളൊക്കെ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലെത്തി അവിടെയുള്ള ദാരിദ്ര്യം മുഴുവൻ തീർക്കുക ചെയ്യും. അപ്പം അതുപോലെ നമ്മൾ ഈ ധ്യാനം എന്ന് പറഞ്ഞാൽ അതാണ്, ഒബ്ജക്റ്റീവ് മൈൻഡ് സബ്ജക്റ്റീവ് മൈൻഡ് തമ്മിലൊന്ന് കൂടിമുട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. ആ സാഹചര്യം ഉണ്ടാക്കാൻ ഒരു ചെറിയൊരു പഴുത് ഉണ്ടാക്കണം. രണ്ടും തമ്മിലൊരു ബൗണ്ടറി ഉണ്ട്, ഈ ബൗണ്ടറീനെ ഇതാക്കണം. ചിലർ മന്ത്രം ജപിച്ചിട്ട് അവിടെ ഒരു ഓട്ടം ഉണ്ടാക്കി അങ്ങോട്ട് പ്രവേശിക്കും, എന്നിട്ട് അവിടെ ദർശനം സാധിക്കും. ചിലർ പ്രാണായാമം ചെയ്തിട്ട് അവിടെ തമ്മിലൊരു ബന്ധം ഉണ്ടാക്കും. പ്രാണായാമം എന്ന് പറഞ്ഞൊരു സാധനയിലൂടെ ഒരു വഴി ഉണ്ടാക്കി ആ വഴി കൂടി ബന്ധപ്പെടും. ചിലർ ആധാര ധ്യാനത്തിൽ കൂടെ, ചിലർ ഭക്തി പ്രകടനങ്ങളിലൂടെ, ചിലവർ ജ്ഞാനശാസ്ത്രം ഉപാസിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു വഴിക്ക് അങ്ങനെ ഈ സബ്ജക്റ്റീവ് മൈൻഡായിട്ടൊരു കാഴ്ചയ്ക്കുള്ള സൗകര്യം ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കിക്കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ പരംദൃഷ്ടുവ, അതിനെ കണ്ടു കഴിഞ്ഞാൽ നിവർത്തത എല്ലാ ദാരിദ്ര്യവും നമുക്ക് മാറിക്കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ധ്യാനം എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ്. നമ്മൾ ഉള്ളിലുള്ളതാണ് തത്താവത് ഭാതി, അതിവിടെ ഇങ്ങനെ പ്രകാശിക്കുകയാണ്. എന്താ അതിൻ്റെ സ്വരൂപം? ഈ സബ്ജക്റ്റീവ് മൈൻഡിൻ്റെ സ്വരൂപം വർണ്ണിച്ചിരിക്കുകയാണ് ഭട്ടതിരിപ്പാട്. സാന്ദ്രാൻ എന്താണ്? സാച്ചുറേറ്റഡ് ബ്ലിസ്സാണ് സാന്ദ്രാൻ. അവബോധമാണ് ജസ്റ്റ് അണ്ടർനീത്ത് ദിസ്, ഈ ബോധത്തിൻ്റെ തൊട്ട് താഴെയാണ്. ആത്മകം, ദാറ്റ് വിച്ച് ക്യാൻ പെനിട്രേറ്റ്, കാലദേശങ്ങളൊക്കെ അതികടന്ന് കാണാൻ കഴിയുന്നു. കാലദേശാവലഭ്യം, കാലങ്ങളിൽ ദേശങ്ങളിൽ, ദാറ്റ് വിച്ച് ക്യാൻ ട്രാൻസെൻഡ് ദ ബാരിയർ ഓഫ് ടൈം ആൻഡ് സ്പേസ് ആണ്. നിർമുക്താണ്, ദാറ്റ് ഈസ് പിന്നെ എപ്പോഴും എവർ ഫ്രീ ആണ്. നിർമുക്തം, മുക്താണ്, എവർ ഫ്രീ. നിത്യമുക്തം, എന്നെന്നും ഫ്രീ ആണ്, ടോട്ടലി ഫ്രീ ആണ്. ആദ്യം നിർമുക്തമാണ് ടോട്ടലി ഫ്രീ, നിത്യമുക്തം എവർ ഫ്രീ. നിഗമശാസ്ത്രേണ നിർഭാസ്യമാനാണ്. എല്ലാ നിഗമാഗമ ശാസ്ത്രങ്ങളിലും ഏതൊന്നിനാണോ ഹൈലൈറ്റ് ചെയ്യുന്നത് അതാണിത്. തത്താവത് ഭാതി, അതിങ്ങനെ പ്രകാശിക്കുന്നു. പവനപുരപതി, ഈ പ്രാണമയ ശരീരത്തിൻ്റെ ഉള്ളിൽ ഹന്തഭാഗ്യം ജന, ഇതിനേക്കാളും വലിയ ഭാഗ്യം എന്താ നമുക്കെന്ന് പറയാം. അപ്പോൾ സാന്ദ്രാനന്ദ അവബോധ ആത്മകം അനുപമിതം, അൺകമ്പയറബിളാണ്. ഇതുപോലെ മറ്റൊന്നില്ല എന്നർത്ഥം. അദ്വൈതം അനുപമിതം, കാലദേശാവതിഭ്യം ഇങ്ങനെയൊക്കെ പറയുന്ന ആ ശ്ലോകം, ഒന്നാമത്തെ ശ്ലോകം നോക്കിക്കഴിഞ്ഞാൽ സബ്ജക്റ്റീവ് മൈൻഡിൻ്റെ പരിപൂർണ്ണമായിട്ടുള്ള വർണ്ണനയാണ്.
അത് ഇതിൻ്റെ ഉള്ളിലിങ്ങനെ സ്വയം പ്രകാശമായിട്ട് നിൽക്കുന്നു. അന്ധഭാഗ്യം ചെയ്യാൻ അതിലും വലിയ ഭാഗ്യം ഇനി നമുക്ക് എന്താ വേണ്ടത്? അത് അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഫ്രാൻസിലോ ആണ് ഇത്ര പൈസ കൊടുത്താലേ അവിടെ കാണാൻ പറ്റുള്ളൂ എന്നൊന്നുമല്ല, നമ്മളുള്ളിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് അഗ്രേ പശ്യാമി, മറ്റെല്ലാം അവസാനിക്കുന്നിടത്തേ കാണുള്ളൂ എന്ന് മാത്രം. അതിൻ്റെ ഉള്ളിൽ കൂടി നോക്കിയാൽ കാണില്ല. മേഘാപായ അംശുമാനിവ എന്ന് പറയുന്ന മാതിരിയാണ്. മറ്റെന്തെങ്കിലും ഒന്ന് നമ്മളെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടി അവസാനിക്കുന്നിടത്തേ ഇത് കാണുള്ളൂ. അഗ്രേ പശ്യാമി തേജോ നിവിടത, എൻ്റെ ആ പ്രകാശ സ്വരൂപമായിട്ടുള്ള തന്നെത്താൻ തിരിച്ചറിയൽ. അപ്പം ഇങ്ങനെ ഒരു വലിയ ശാസ്ത്രത്തിലേക്ക്, നമ്മുടെ ആധുനിക ശാസ്ത്രത്തിലേക്ക് വളരെയധികം നമ്മുടെ ഭാരതീയമായിട്ടുള്ള ഈ മഹാതത്വത്തിലേക്ക് വളരെയധികം വെളിച്ചം വീശി ഇതിൻ്റെ മഹത്വത്തെ വളരെയധികം വിപുലമാക്കി കാണിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഹിപ്നോ സയൻസിൽ ഇപ്പം അങ്ങേയറ്റത്ത് ഉയർന്നു വന്നിട്ടുള്ളതായ അവരുടെ സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറേം കൂടെ ഉണർവ് കിട്ടുകയാണ്. ധ്യാനം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അതിനെക്കുറിച്ചൊക്കെ വളരെയധികം ഉണർവ് കിട്ടുകയാണ്. ശാസ്ത്രീയ ദൃഷ്ടി കൂടെ അത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് സാധിക്കാവുന്നതാണെന്നും വലിയ പ്രയാസമൊന്നും ഇല്ലാതെ നമ്മളുള്ളിൽ കിടക്കുന്നതല്ലേ. നിധിയുടെ മേലെ വിവേകാനന്ദ സ്വാമി ഇംഗ്ലണ്ടിൽ പ്രസംഗിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഒരു നിധി കുമ്പത്തിൻ്റെ മേലിരുന്നിട്ടാണ് നിങ്ങൾ പട്ടിണി കിടക്കുന്നത് എന്ന് പറയുന്നത്. അതുപോലെ ജലാശയത്തിൻ്റെ തൊട്ട് മേലിരുന്നിട്ടാണ് നിങ്ങൾ ദാഹിച്ച് വലയുന്നത് എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ നമ്മളുള്ളിൽ ഈ ദാരിദ്ര്യം മുഴുവൻ ഇല്ലാതാക്കി തരാൻ കഴിവുള്ളതായ ഒരു വലിയ നിധിയാണ് ഉള്ളിലിരിക്കുന്നത്. കഥാവദ്ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ അന്തഭാഗ്യം ജനാന ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അത് കണ്ടെത്തുക എന്നുള്ളതാണ്, അതിനൊന്ന് പരിചയപ്പെടുക എന്നുള്ളത്. പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രയാസവുമില്ല. ഈ ദാരിദ്ര്യം മുഴുവൻ, കുചേലൻ്റെ ദാരിദ്ര്യം തീർന്നു പോലെ നമുക്ക് പിന്നെ ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അതായത് വാനിറ്റീസ് അക്കമ്പി പറയുന്ന മാതിരിയുള്ള വാനിറ്റീസ്, എവിടെ നോക്കിയാലും വാനിറ്റീസ് മാത്രമാണ്. അത് വാനിറ്റിയായിട്ട് കാണും. കൃത്യമായിട്ടുള്ളതും അസ്ഥിരമായിട്ടുള്ളതും മായാവലയത്തിൽപ്പെട്ടതുമായിട്ടുള്ളതൊക്കെ അങ്ങനെ തന്നെയാണ് കാണപ്പെടുകയാണ്. യാഥാർത്ഥ്യം, സത്യത്വം, കാലദേശാതീതമായിട്ടുള്ള മഹാപ്രജ്ഞ സത്യത്വം എവിടെയാണെന്ന് തിരിച്ചറിയാണ്. അതുമായിട്ട് ഒരു ബന്ധപ്പെടാൻ ഒരു ചെറിയ എഫർട്ട് ദിവസവും അല്പനേരം ഒരുവൻ്റെ മനസ്സ് ചിൽപ്രഭേദയിലേക്കിൽ അവൻ കുപ്പയോട് സഭമായി ഭവിക്കും വിപ്രപഞ്ചസുഖവൻ പ്രവേശിക്കുന്ന അല്പസമയം ആ ഒരു ലയാവസ്ഥയിൽ അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിയില്ല എന്നർത്ഥം. ഒരു വലിയ പാമ്പ് അവിടെ കിടക്കുന്നു പേടിച്ചിട്ട് നമുക്ക് ആ വഴിയൊക്കെ മുടങ്ങിയിരിക്കുന്ന സമയത്ത് ഒരു ലൈറ്റ് അടിച്ച് നോക്കി പാമ്പിനെ കണ്ടു, പാമ്പല്ല കയറാന്ന് കണ്ടു, അതോടുകൂടി ഭയമൊക്കെ പോയി. പക്ഷേ ആ ലൈറ്റ് ഇല്ലാത്ത സമയത്ത് പാമ്പ് പോലെ തോന്നുന്നെങ്കിലും പാമ്പ് പോലെ തോന്നിപ്പിക്കുന്ന ഒരു കയറ് മാത്രമാണെന്ന് നമുക്ക് ബോധ്യം വരുന്നത് പോലെ ഒരു സെക്കൻഡ്, ഒരു നൊടിയുടെ സമയത്ത് ഈ ഒരു ലൈറ്റ്നിങ്ങിൽ കാണുന്ന മാതിരി ഈ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ നമ്മളെ സംശയമൊക്കെ തീരുന്നതാണ്. ഞാൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ആത്മാവാണെന്നുള്ളൊരു ബോധം നമ്മളുള്ളിൽ ഉണർന്നു കിട്ടുന്നതാണ്. അത് ആ ബോധത്തോടു കൂടി ഈ ഒബ്ജക്റ്റീവ് മൈൻഡിലേക്ക് അതിൻ്റെ കഴിവ് വന്നതോടുകൂടി നമുക്ക് ഈ പഞ്ചഭൂതങ്ങളുടെ മേലെ അതീശക്തി, കാലദേശാതീതമുള്ള മഹാപ്രജ്ഞ മുതലായതൊക്കെ ഉണ്ടാവണമെന്നാണ്. അപ്പോൾ ഈ പ്രജ്ഞ തെളിഞ്ഞതായ മഹാരഥന്മാരായിരുന്നു ആ യുദ്ധത്തിൽ കൗരവപക്ഷത്ത് നിന്നിരുന്നതും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ കളിയൊക്കെ കളിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി മഹാഭാരതത്തിൻ്റെ മനഃശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള ഒരു വിശേഷത എങ്ങനെയാണ് പറഞ്ഞു വെച്ചാൽ, മഹാഭാരതം 500 ചില്ലാനം കഥാപാത്രങ്ങളെ കൊണ്ട് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ 2 വംശചരിത്രങ്ങളാണ്. 2 ഡൈനാസ്റ്റി, 2 വംശാനുചരണം. എന്താണ്? ഒന്ന് സൂര്യവംശ ചക്രവർത്തിമാരുടെ കഥകൾ, രണ്ടാമത്തെ ചന്ദ്രവംശ ചക്രവർത്തിമാരുടെ കഥകൾ. അപ്പോൾ 2 വംശാവലികളുടെ കഥകൾ പറഞ്ഞിരിക്കുകയാണ് മഹാഭാരതത്തിൽ. ഒന്ന് സൂര്യവംശ ചക്രവർത്തിമാർ, മറ്റത് ചന്ദ്രവംശ ചക്രവർത്തിമാർ. സൂര്യവംശ ചക്രവർത്തിമാരുടെ കഥ നമ്മൾ കാണുന്നത് എന്താണ്? സത്യധർമാദികൾക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാൻ സന്നദ്ധത കാണിക്കുക. വേറൊന്നുമില്ല, ഒരു കോംപ്രമൈസും ഇല്ല. ഒരു വീക്ക്നെസ്സുമായിട്ട് ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ അവർ തയ്യാറില്ല. വെറും സത്യധർമാദികളിൽ മാത്രമാണ് അവരുടെ ശ്രദ്ധ. മറ്റൊന്നും അല്ലെങ്കിൽ ഒരണു പോലും വ്യതിചലിക്കില്ല. എന്ത് നഷ്ടം വന്നാലും, സ്വന്തം ശരീരം നഷ്ടപ്പെട്ടാലും, ഭാര്യയെ നഷ്ടപ്പെടുത്തേണ്ടി വന്നാലും, മകനെ ബലി കൊടുക്കേണ്ടി വന്നാലും, രാജ്യം മുഴുവൻ പോയാലും സത്യധർമാദികളിൽ നിന്ന് അണുപോലും വ്യതിചലിക്കുക എന്നുള്ള കാര്യം അവർക്കില്ല. അങ്ങനെയുള്ള മഹാരഥന്മാരായിട്ടുള്ള സത്യധർമ്മ നിഷ്ഠന്മാരുടെ കഥയാണ് സൂര്യവംശ ചക്രവർത്തിമാരുടെ കഥയായിട്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെ ചന്ദ്രവംശ ചക്രവർത്തിമാരുടെ കഥയിൽ എന്താണ്? ചന്ദ്രവംശ ചക്രവർത്തിമാരുടെ കഥകളൊക്കെ വളരെ വലിയ കലാനിപുണന്മാരും മഹാരഥന്മാരും യുദ്ധവിശാരദവും ഒക്കെയാണ്. പക്ഷേ സത്യധർമാദികൾ എന്ന് പറഞ്ഞാൽ അവിടെ കോംപ്രമൈസ് ചെയ്യും. അവർ വിഷയവാസനയുടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാ മഹാത്മ്യം അവിടെ അടിയറ വയ്ക്കാൻ യാതൊരു മടിയും കാണിക്കാത്തവരാണ്. അതുകൊണ്ട്
ഭൗതികമായിട്ടുള്ള വിഷയപ്രപഞ്ചമായിട്ട് അതിൽ എല്ലാം അടിയറ വെച്ച് സർവനാശത്തെ സംഭവിപ്പിച്ചിട്ടുള്ളതായ കഥകളാണ്. എല്ലാ മഹാത്മ്യം കൈവിട്ട് കളയാണ് അവസാനം ഒരു ചെറിയ വികാരത്തിനടിമപ്പെട്ടിട്ട്. അങ്ങനെയുള്ള കഥകളാണ് ചന്ദ്രവംശ ചക്രവർത്തിമാരുടെയൊക്കെ. അവർക്ക് പേരും പെരുമയും എല്ലാം ഉണ്ടാവും, പക്ഷേ അവസാനം അസത്യത്തിൻ്റെ മാർഗത്തിൽ, വിഷയവാസനയുടെ മാർഗത്തിൽ കോംപ്രമൈസ് ചെയ്ത് സകല കഴിവുകളെയും അടിയറ വെച്ച് സർവനാശം പരിതാപകരമായി അവസാനിപ്പിക്കുന്നതായുള്ള കഥകളാണ് ചന്ദ്രവംശ ചക്രവർത്തിമാരുടെ കഥ. അപ്പോൾ ഇതിലിപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, സൂര്യവംശ ചക്രവർത്തി, സൂര്യൻ എന്ന് പറഞ്ഞാൽ പ്രകാശം, പ്രകാശം എന്ന് പറഞ്ഞാൽ വിവേകം നടത്താൻ, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ വികാരമാണ്, വികാരം. അപ്പോൾ വികാരത്തിന് അടിമപ്പെട്ട, വികാരത്തിൻ്റെതായിട്ടുള്ള വ്യക്തിത്വം, വിവേകത്തിൻ്റെ ആയിട്ടുള്ള വ്യക്തിത്വം, രണ്ട് വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ് മഹാഭാരതം കൈകാര്യം ചെയ്യുന്നത്. സോളാർ പേഴ്സണാലിറ്റി പറഞ്ഞാൽ വിവേക വ്യക്തിത്വം, മറ്റേ ലൂണാർ പേഴ്സണാലിറ്റിയാണ് വികാര വ്യക്തിത്വം. അതായത് വികാരങ്ങൾ ഏതൊക്കെയാണ്? രാഗം, ദ്വേഷം, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ദമ്പം, ദർപ്പ, അഹങ്കാര, അസൂയ, വിദ്വേഷം. ഇതിനടിമപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്രയും നിന്ദ്യവും നീചവുമായിട്ട് പെരുമാറും എന്ന് കാണിക്കുന്നതാണ്. നമ്മൾ അത്തരം സന്ദർഭത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ വികാരത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്രയും നിന്ദ്യവും നീചമായിട്ട് പെരുമാറും എന്ന് നമ്മളെ ചരിത്രം നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ചന്ദ്രവംശ ചക്രവർത്തിമാരുടെ ചരിത്രത്തിലൂടെ സാധിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഇമോഷണൽ പേഴ്സണാലിറ്റിയുടെ ഒരു മോണോഗ്രാഫാണ് ഈ ചന്ദ്രവംശ ചക്രവർത്തിമാരുടെ കഥ എന്ന് പറഞ്ഞാൽ. അതായത് ഞാനിപ്പോൾ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ചെന്നാൽ എങ്ങനെയാണ് പെരുമാറുക, അങ്ങനത്തെ ഒരു സന്ദർഭം മഹാഭാരതത്തിലുണ്ടാവും. അവിടെ ചെന്ന സമയത്ത് ഈ ചക്രവർത്തി എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളതെന്ന് കാണാം. അവിടെ എത്തിയാൽ നമ്മളും അങ്ങനെ തന്നെ പെരുമാറാം വികാരത്തിനടിമപ്പെടുകയാണെങ്കിൽ. നേരെ മറിച്ച് സൂര്യവംശ ചക്രവർത്തിമാരുടെ കഥ നോക്കുകയാണെങ്കിൽ അത്തരം സന്ദർഭത്തിൽ അങ്ങനെ ഒരു വിവേകത്തിന് അടിമപ്പെട്ടിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഏത് സന്ദർഭം നമ്മളെ പ്രലോഭിപ്പിച്ചാലും എത്ര പകിട്ടേറിയ ജീവിതമായിരിക്കും നമ്മൾ നയിക്കുക എന്നുള്ള നമ്മുടെ വിവേക വ്യക്തിത്വത്തിൻ്റെ ഒരു മോണോഗ്രാഫാണ് സൂര്യവംശ ചക്രവർത്തിമാരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിന് ഇതിഹാസം എന്നാണ് പേര് പറഞ്ഞിട്ടുള്ളത്. രാമായണ ഭാരത ഇതിഹാസം. ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഇതിഹാസം, ഇപ്രകാരം സംഭവിച്ചത് എന്നാണ്. പക്ഷെ നമുക്കതിനെ ശരിക്കും നോക്കിയാൽ ഇപ്രകാരമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇന്ന് വരെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുകയുള്ളൂ എന്നർത്ഥമാണ്. അപ്പോൾ എന്നും ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, ഇനി ഇങ്ങനെയൊക്കെ തന്നെ ഇവിടെ സംഭവിക്കുകയുള്ളൂ. അതിൻ്റെ അപ്പുറമൊന്നും നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. കുറച്ചു കാലം കഴിയുമ്പോൾ ഒക്കെ കാലമൊക്കെ നന്നാവുമായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും. ഇപ്പോൾ നോക്കുക, കൃതത്രേത, ദ്വാപര, കലി എല്ലാ കാലത്തും ഇതേമാതിരിയൊക്കെ ഉണ്ടായിരുന്നു. ദ്വാപരയുഗത്തിൽ കൃഷ്ണനുള്ളതെന്ന്, ശ്രീകൃഷ്ണനുള്ള സമയത്ത് രാക്ഷസന്മാരുടെ എന്തൊക്കെ ഭയങ്കര ശക്തിയാന്ന് രാക്ഷസന്മാർ. ശ്രീരാമൻ അവതാരമാണ്, ആ കാലത്താണ് ഏറ്റവും വലിയ രാക്ഷസന്മാരും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എല്ലാ കാലത്തും, ഇപ്പോൾ കലികാലത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ബുക്ക് ചെയ്ത് വിമാനത്തിലോ വണ്ടിയിലോ എവിടെയും പോകാം, ജോലി ചെയ്യാം, വിമൻസ് ഹോസ്റ്റലിൽ താമസിക്കാം, തിരിച്ചു വരാം, അപ്പപ്പോൾ വിവരങ്ങളൊക്കെ അറിയിക്കാം, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെയും കൂടി സൗകര്യം ഇല്ലാത്ത കാലങ്ങളാണ് നമ്മളെ കൃതത്രേത ദ്വാപരയുഗത്തിലൊക്കെ കാണുന്നത്. അതുകൊണ്ട് എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് അർത്ഥം. അന്നും ഉണ്ട് മഹാത്മാക്കൾ, ഇന്നും ഉണ്ട് മഹാത്മാക്കൾ. അന്നും ദുഷ്ടന്മാരുണ്ട്, ഇന്നും ദുഷ്ടന്മാരുണ്ട്. കൈക്കൂലി കൊടുത്തിട്ടുള്ള കഥകൾ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. വളരെ വലിയ കൈക്കൂലികളൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ പരീക്ഷത്തിനെ കൊല്ലാൻ തക്ഷകൻ വന്ന സമയത്ത് പിന്നെ വിഷം ഇറക്കാൻ വന്ന ആൾക്ക് കൈക്കൂലി കൊടുത്തിട്ട് പറഞ്ഞയച്ച കഥ നമുക്ക് ഇതിൽ കാണാൻ പറ്റും, മഹാഭാരതത്തിൽ കാണാൻ പറ്റും. അപ്പോൾ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, എല്ലാ സ്ഥലത്തും എന്നും ഇതൊക്കെ ഇങ്ങനെ നടക്കുള്ളൂ. അതുകൊണ്ട് ഇതിലൊരു മാറ്റം വന്ന് കാണണം എന്ന് നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇതെന്താണ് ഇതിൻ്റെയൊക്കെ, അതിൻ്റെയൊക്കെ കാരണം, എന്തിലേക്കാണ് ഇതൊക്കെ നയിക്കുന്നത് ജീവന്മാരെ എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ് വേണ്ടതെന്നാണ്. അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന വേദത്തിലെ ചില വിശകലനങ്ങളാണ് നമ്മൾ 6ാമത്തെ ദിവസം പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് അതിനെക്കുറിച്ച് അധികം പറയേണ്ട ആവശ്യമില്ല. അപ്പം ഇങ്ങനെ ചന്ദ്രവംശം, സൂര്യവംശം, 2 തരം ചക്രവർത്തിമാരുണ്ട്. താര, ശശാങ്കൊക്കെ നമുക്കറിയാം. ചന്ദ്രൻ ട്യൂഷന് പോയതാണ്. ട്യൂഷന് പോയ സമയത്ത് ഗുരു എവിടെയോ പോയ സമയത്ത് ആ വീട്ടിലുണ്ടായ സംഭവങ്ങളൊക്കെ എന്താണെന്നറിയാം. എന്നത് ഈ വേണ്ടാത്തരം വേറെ ആരും അറിയാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് ശുക്രാചാര്യർ അത് മിണ്ടാതെ കൊണ്ടു നടക്കാൻ നോക്കി. പക്ഷേ വിട്ടില്ല. ചന്ദ്രൻ്റെ ആ സംസ്കാരഹീനത അയാളെക്കൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയിക്കുകയാണ്. അത് എൻ്റെ കുട്ടിയാണ്, എനിക്ക് തരണം ആ കുട്ടിയെന്ന് പറഞ്ഞപ്പോൾ, ആ ഗുരുവിൻ്റെ കുട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടി തന്നെ എന്നൊക്കെ പറഞ്ഞു നോക്കി. അതൊന്ന് പാച്ചപ്പ് ചെയ്യാൻ നോക്കി, സമ്മതിച്ചില്ല. അദ്ദേഹം ഉള്ള കാര്യം തുറന്നാണ് പറഞ്ഞു. പിന്നെ ഗുരുവിന് യാതൊരു രക്ഷയില്ല. ഗുരു ദേഷ്യപ്പെട്ട് അവസാനം യുദ്ധത്തിൻ്റെ വക്കത്തി, ഒരു ഭാഗത്ത് അസുരന്മാരും മറ്റേ ഭാഗത്ത് ദേവന്മാരും കൂടിയിട്ട് അവസാനം ബ്രഹ്മാവ് വന്നിട്ട്
അതൊരു ഒത്തീർപ്പാക്കാൻ പെട്ട പാട് ചീത്ത പറഞ്ഞതൊക്കെ നമുക്ക് ഇതിൽ വായിക്കാൻ പറ്റുന്നു. അപ്പം അങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സന്ദർഭം വന്ന ആരും ചന്ദ്രനമാരിയെ പെരുമാറുന്നത്. വികാരത്തിന് അടിമപ്പെട്ടാൽ, വികാര വ്യക്തിത്വത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അത്തരം സന്ദർഭം വന്നാൽ ആരും അങ്ങനെയൊക്കെ പെരുമാറും. ഇങ്ങനെയൊക്കെയോ സംഭവിച്ചിട്ടുള്ളത്, ഇങ്ങനെയൊക്കെ ഇവിടെ സംഭവിക്കുള്ളൂ എന്നർത്ഥം. അതിനെ മറിച്ച് സൂര്യവംശ ചക്രവർത്തിമാരുടെ കഥ നോക്കുകയാണെന്ന് വെച്ചാൽ എന്താണ്, ഏതെല്ലാം സന്ദർഭങ്ങൾ അവരെ പ്രലോഭിപ്പിച്ചാലും അവർ അണുപോലും സത്യധർമാദികളിൽ നിന്ന് വ്യതിചലിക്കാൻ കൂട്ടാക്കുന്നില്ല. വിവേകത്തിന് അടിമയാവുന്ന സമയത്ത് അങ്ങനെയാണ് നമ്മുടെ പെരുമാറ്റം. ഇനി ചന്ദ്രവംശ ചക്രവർത്തിമാരുടെ കഥകളിൽ വളരെയധികം രസകരമായിട്ടുള്ള ഒരുപാട് കഥകളുണ്ട്. നമുക്ക് ചെറിയൊരു കഥ ഒന്ന് ഉദാഹരണത്തിന് വേണ്ടി ഓർമ്മിച്ച് നോക്കുകയാണ്. കാരണമായിട്ട് ഏട്ടനും അനിയനും 2 പേര്. ഏട്ടൻ ജീവിതം വളരെയധികം പ്രഷ്യസാണ്, അതിങ്ങനെ നഷ്ടപ്പെടുത്താൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഞാൻ തപസ്സിന് പോവുകയാണെന്ന് പറഞ്ഞു. ഏട്ടൻ തപസ്സിന് പോയി. അനിയൻ എന്ത് ചെയ്തു, എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, എൻ്റെ മനസ്സിനെ അങ്ങനെ നിയന്ത്രിക്കാൻ മാത്രം ഞാൻ വിചാരിച്ചാൽ സാധിക്കില്ല എന്ന് എനിക്ക് ബോധ്യമാണ്. അതുകൊണ്ട് ഞാൻ സാധാരണ ജീവിതം നയിക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വിവാഹം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു. കുറേ കാലം കഴിഞ്ഞ് തപസ്സൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഏട്ടൻ ഇങ്ങനെ വരുന്നു. ഏട്ടൻ വന്നിട്ട് പറഞ്ഞു, അനിയ, എൻ്റെ തപസ്സൊക്കെ പരിപൂർണമായി, എല്ലാം അതിൽ കിട്ടേണ്ടതൊക്കെ എനിക്ക് കിട്ടി, പക്ഷേ ഒരു പുത്രൻ ഉണ്ടായില്ലെങ്കിൽ പരിപൂർണ്ണമല്ല എന്നാ പറയുന്നത്, ശാസ്ത്രങ്ങളൊക്കെ പറയുന്നു. അതുകൊണ്ട് ഒരു പുത്രോത്പാദനം കൂടി ഉണ്ടായാലേ പൂർണ്ണതയെ പ്രാപിക്കൂ എന്നാണ്. അപ്പോൾ അനിയൻ പറഞ്ഞു, അതിനെന്താ വിരോധമൊന്നുമില്ലല്ലോ, അന്നൊക്കെ പഞ്ചാലി എന്നൊക്കെ പറയുന്ന മാതിരി ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടായിരുന്ന കാലമാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതിനിപ്പോൾ ഇവിടെ ആവാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമ്മതത്തോടു കൂടി അനിയൻ്റെ ഭാര്യയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരു പുത്ര ഉൽപാദനം കൂടി ഉണ്ടായാലേ പരിപൂർണ്ണമാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അതിന് വിരോധമൊന്നുമില്ല, നീ അച്ഛൻ്റെ അടുത്ത് ചെന്ന് ധർമ്മശാസ്ത്രം പറഞ്ഞു, അമ്മയുടെ അടുത്ത് എത്തിയപ്പോൾ ഈ ശാസ്ത്രത്തിൻ്റെ പേര് മാറ്റിയില്ലേ എന്ന് പറഞ്ഞു കളിയാക്കി ചിരിച്ചു എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിടാ, നീ പുറത്ത് വന്നാൽ പ്രസവിച്ചു വന്നിട്ട് എൻ്റെ മുഖം കണ്ട ഇനി എന്തൊക്കെയാണ് പറയാമെന്ന് എനിക്ക് സഹിച്ചുകൂടാ, അതുകൊണ്ട് നീ ജന്മന അന്ധനായി പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു. ജാത്യ അന്ധനാവട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു. ബോൺ ബ്ലൈൻഡ് ആവട്ടെ. അങ്ങനെ ആ കുട്ടി ജനിച്ചപ്പോൾ അതിന് കണ്ണില്ല. അപ്പോൾ കൊണ്ട് അതിന് ദീർഘതമസ് എന്ന് പേരിട്ടു. ദീർഘതമസ്, എവർ ബ്ലൈൻഡ് എന്നുള്ള അർത്ഥം ദീർഘതമസ്. എന്നെങ്കിലും കണ്ണുണ്ടാവും എന്നുള്ളൊരു ഹോപ്പും കൂടി ഇല്ലാത്ത വിധത്തിലാണ് ശപിച്ചിട്ടുള്ളത്. അങ്ങനെ ആ ദീർഘതമസ് വളരെയധികം വിജ്ഞാനമൊക്കെ ഉണ്ടാക്കി വളരെയധികം കേമനായിട്ടുള്ളൊരു പണ്ഡിതനായി, അല്ലെങ്കിൽ മഹർഷീൻ്റെ മാതിരിയുള്ള പദവിയൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹം. അങ്ങനെ കൃത്യസമയമായപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു. കല്യാണം കഴിച്ച് 1 കുട്ടിയുണ്ടായി, 2 കുട്ടിയുണ്ടായി, 3 കുട്ടിയുണ്ടായി, 4, 5, 6, 7, 9, 10, 11, 12 കഴിഞ്ഞ് 13 കുട്ടികളായി. 13 കുട്ടികൾ. ഈ കുട്ടികളൊക്കെ പ്രസവിച്ച് അവരൊക്കെ പോറ്റണം, ഇയാളെ നോക്കണം, എല്ലാം കൂടിയായിട്ട് ഈ സ്ത്രീ 13 കുട്ടികളായപ്പോഴേക്കും അങ്ങ് മടുത്തു. പിന്നെ 14ാമത്തെ കുട്ടിക്ക് വേണ്ടിയുള്ള ശ്രമം ഉണ്ടായപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, നോക്കണം, ഈ രാഗം എന്ന് പറഞ്ഞൊരു സംഗതി അടങ്ങുക എന്ന് പറഞ്ഞാൽ അനുഭവത്തിൽ അടങ്ങുന്നൊരു വസ്തുവല്ല. അതുകൊണ്ട് അങ്ങയുടെ മനസ്സിനെ ആത്മാവിലേക്ക് തിരിക്കണം, എന്നാൽ മാത്രമേ ഇതിനൊരു ശമനം ഉണ്ടാവുള്ളൂ. എത്ര വിറകിട്ടാലും തീ എപ്പോഴെങ്കിലും ഇനി മതി എന്ന് വിചാരിക്കാറുണ്ടോ? അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങ് ആത്മനിഷ്ഠനായി ഈശ്വരനിലേക്ക് തിരിക്കുക, അല്ലെങ്കിൽ മനസ്സിനെ ആത്മാവിലേക്ക് തിരിക്കുക. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ആനന്ദ സ്വരൂപം അവിടുന്നാണ് അങ്ങേക്ക് കിട്ടുക. അപ്പം മാത്രമേ ഒരു സംതൃപ്തി വരുള്ളൂ, അല്ലാതെ ഇതുകൊണ്ടൊന്നും ഒരിക്കലും സംതൃപ്തി വരില്ല എന്ന്. മാത്രമല്ല, അങ്ങേ നോക്കിയിട്ടും ഈ കുട്ടികളെ നോക്കിയിട്ടും ഗർഭം ധരിച്ചിട്ടും ഞാൻ ആകെ ആവശ്യമായി, ഇനി എന്നെക്കൊണ്ട് പ്രസവിക്കാനാവില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് ദീർഘതമസ് പറഞ്ഞു, അടുത്ത് രാജകുമാരന്മാരുണ്ട്, ഒരിക്കലും അടങ്ങാത്ത വികാരത്തിൻ്റെ ഉടമകളാണ് അവർ. നിനക്കാണെങ്കിൽ നല്ല അംഗവൈകല്യം, അംഗങ്ങളൊക്കെ ആ എല്ലാ ലക്ഷണത്തോടു കൂടിയതാണ്. അതുകൊണ്ട് അവിടെ ചെന്നാൽ അവരുടെ അടുത്ത് നിന്ന് ഇഷ്ടംപോലെ പൈസ കിട്ടുന്നു. ഇത് കേട്ടോടുകൂടി അവൾ ആകെ പൊട്ടിത്തെറിച്ചു. ഇത്രയും കാലം ഈശ്വരതുല്യം വിചാരിച്ചിരുന്നതായ ഭർത്താവ് ഇപ്പോൾ അനാശാസ്യ പ്രവൃത്തിക്ക് വേണ്ടി പ്രേരണ നൽകുന്നു എന്നുള്ളതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. മക്കളെ വിളിച്ചു, 13 പേരെയും വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, ഇദ്ദേഹം നമ്മുടെ ആരുമല്ല, ശത്രുവാണ്. കാരണം ഇങ്ങനെ ഭാര്യയെ ഉപദേശിക്കുന്ന ഒരാൾ അന്ന് മുതൽ ആ കുടുംബത്തിൻ്റെ ശത്രുവാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തെ വെട്ടിക്കൊല്ലണം, നിങ്ങളെല്ലാവരും ആ പുഴയെ കൊണ്ടുപോയി വെട്ടിക്കൊല്ലണം. കുട്ടികളെല്ലാം കൂടി കയ്യും കാലും പിടിച്ച് കെട്ടി വരിഞ്ഞ് കൊണ്ടുപോയി പുഴക്കരയിൽ കൊണ്ടുപോയി കെട്ടുകളെ കഴിച്ച് വാളെടുത്തിട്ട് ഏറ്റവും വലിയ ഏട്ടനോട് പറഞ്ഞു, അങ്ങ് വെട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വെട്ടാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അയാൾക്ക് തോന്നി, അച്ഛനെ കൊന്നാൽ ബ്രഹ്മഹത്യാ പാപം ഉണ്ടാവും. അതുകൊണ്ട് അനിയൻ്റെ അടുത്ത് കൊടുത്തു വാള്. അനിയനും ഓങ്ങിയ സമയത്ത് അനിയനും ഇത് തന്നെ ഓർമ്മ വന്നു. അങ്ങനെ എല്ലാവർക്കും ഈ ബ്രഹ്മഹത്യാഭാവം വരുമല്ലോ എന്നുള്ള പേടിയുണ്ടായി. അതുകൊണ്ട് അവർ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, എല്ലാവരും കൂടിയിട്ട്
ഇദ്ദേഹത്തെ കയ്യും കാലും കെട്ടിയിട്ട് ഒരു തോണിയിലാക്കി അങ്ങ് ഒഴുക്കുക, എവിടെയെങ്കിലും പോയി മരിച്ചോട്ടെ, എന്നാൽ പിന്നെ നമ്മൾ കൊന്നു എന്നുള്ള പേരും ആവില്ലല്ലോ ഒന്ന്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം റെസിസ്റ്റ് ചെയ്യാനൊന്നും പോയില്ല. കാരണം ജനിക്കുന്ന സമയത്ത് തീരുമാനിച്ചിട്ടുണ്ട് 6 കാര്യങ്ങൾ. ആ 6 കാര്യത്തിൽപ്പെട്ട ഒന്നാണ് എങ്ങനെ മരിക്കൂ, എപ്പോൾ മരിക്കുന്നു. അത് ആ സമയത്ത് അങ്ങനെ മരിക്കൂ. അത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ എതിർത്തിട്ട് കാര്യമില്ല, ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇവരെത്ര ശ്രമിച്ചാലും എന്നെ കൊല്ലാനായിട്ട് കഴിയില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ തോണിയിലങ്ങ് ഒഴുകി. അങ്ങനെ തോണിയിൽ ഒഴുകി അങ്ങനെ പോവാണ് ഒറ്റപ്പെട്ട നിലയിൽ. കുറേ അങ്ങ് ഒരു മഹാരാജാവ് ഇങ്ങനെ ഈ നദീതീരത്ത് അദ്ദേഹത്തിനൊരു ഔട്ട് ഹൗസ് ഉണ്ട്. അവിടെ പൂത്തോട്ടങ്ങളൊക്കെ ആയിട്ട് എന്നും വൈകുന്നേര സമയത്ത് അവിടെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തോണി ഇങ്ങനെ വരുന്നു. തോണി വന്നു, അതിൽ കെട്ടപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടു. ഉടനെ അദ്ദേഹത്തിൻ്റെ ക്ഷാത്രവീര്യം ഉണർന്ന് നദിയിലേക്ക് എടുത്ത് ചാടി തോണി പിടിച്ച് കരക്ക് കയറ്റി കെട്ടുകളൊക്കെ കഴിച്ചപ്പോൾ ആരാന്ന് ചോദിച്ചാൽ ഞാൻ ദീർഘതമസ എന്ന് പറഞ്ഞു. ഉടനെ രാജാവ് ദണ്ഡനമസ്കാരം ചെയ്തു. ദീർഘതമസ് പറഞ്ഞാൽ വലിയ പാണ്ഡിത്യമുള്ള ആളാണെന്നറിയാം ദീർഘതമസ് മഹർഷി. അതുകൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഇതുവരെ കാണാൻ പറ്റിയില്ല. ഏതായാലും വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് അങ്ങ് ഈ ഔട്ട് ഹൗസിൽ താമസിക്കണം, ഞാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വസ്ത്രങ്ങൾ കൊടുത്തു, ആഹാരം കൊടുത്തു, നോക്കാൻ ആളുകളൊക്കെ നിയമിച്ചു. അന്ന് ഈ മഹാരാജാവിന് മക്കളില്ല. അപ്പോൾ രാജ്ഞിയോട് ഇദ്ദേഹം പറഞ്ഞു, നമുക്കൊരു പുത്രൻ ഉണ്ടായാൽ നന്നായിരുന്നു, നമ്മുടെ ഈ രാജവംശം നിലനിൽക്കാൻ വേണ്ടി. നീ ഒന്ന് അനുഗ്രഹിച്ചാൽ അത് നടക്കുമായിരുന്നു. ഞാൻ മഹർഷിയോട് പറഞ്ഞിട്ട് സമ്മതിപ്പിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ വന്ന് ദീർഘതമസിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മഹർഷിയെ ഒന്ന് ദയവ് ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങൾക്ക് മക്കളില്ല. 8 തരം ഉള്ള ആൾക്കാരെ മക്കളെന്ന് വിളിക്കാം. അതിലിങ്ങനെ അഗതനിൽ നിന്ന് സ്വീകരിക്കുന്നതിന് മകൻ എന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് രാജകീയമായിട്ടുള്ള പാരമ്പര്യം തുടർന്നു പോകാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ദയവ് ചെയ്ത് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മഹർഷി പറഞ്ഞു, ആയിക്കോട്ടെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ രാജ്ഞിയോട് പറഞ്ഞു. രാജ്ഞി തോഴിയും കൂടെ വന്ന് രാജ്ഞി ഇവിടെ ചെന്ന് ഇയാളുടെ ചെമ്പിച്ച തലമുടി കണ്ണില്ലായ്മയൊക്കെ കണ്ടപ്പോൾ രാജ്ഞിക്ക് അങ്ങ് അറച്ചു. രാജ്ഞി തോഴിയോട് പറഞ്ഞു, നീ ചെന്നാൽ മതി, എന്നിട്ട് ഞാൻ ഗർഭം അഭിനയിച്ചോളാം, നീ പ്രസവിക്കുക, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ തോഴിയിലാണ് കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് അപ്പോൾ രാജ്ഞി എന്നെ അഭിനയിക്കലും അങ്ങനെ പ്രസവിച്ചു കഴിഞ്ഞ് രാജാവിന് വളരെ സന്തോഷമായി. സ്വന്തം കുട്ടിയാന്നുള്ള ധാരണയിലെ വളർത്തിക്കൊണ്ട് അങ്കിരസ് എന്നതിന് പേര് ഇട്ടു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ രാജാവിനെ പറ്റിച്ച കഥ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു ഈ തോഴി രാജ്ഞിയും കൂടി. ആ സമയത്ത് രാജാവ് ഇത് കേട്ടുകൊണ്ട് വന്നു. ഇത് കേട്ട ഉടനെ രാജാവിന് ഭയങ്കര കോപം വന്നു. വീണ്ടും മഹർഷിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, മഹർഷിയെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അവർ നമ്മളെല്ലാവരെയും അവഹേളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിനി മേലിൽ വാളും കൊണ്ട് കാവൽ നിൽക്കാം, ഇനി ഇങ്ങനെ അബദ്ധം പറ്റില്ല, അതുകൊണ്ട് മഹർഷി ഒന്നും കൂടെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന്. അങ്ങനെ രാജ്ഞി വന്നിട്ട് പറഞ്ഞു, സമ്മതിച്ചില്ലെങ്കിൽ തല വെട്ടിക്കളയുന്നു. അപ്പോൾ രാജ്ഞി എന്ന സമയത്തും ദീർഘതമസ് മഹർഷി പറഞ്ഞു, എടീ നീ മഹാദുഷ്ടിയാണ്, നിനക്ക് ഈ ജന്മത്തിൽ മക്കളുണ്ടാവില്ല, അതുകൊണ്ടാണ് നീ അന്ന് അങ്ങനെ പരിങ്ങിക്കളിച്ചത്. അതുകൊണ്ട് നീ ഇനി രണ്ടാമത് വന്ന് എന്തെല്ലാം പറഞ്ഞാലും ഞാൻ തയ്യാറില്ല എന്ന് പറഞ്ഞിട്ട് അവളെ ഓടിക്കുക ചെയ്തു. രാജാവിന് വളരെ സങ്കടമായി. പിന്നെ അതിലുണ്ടായ കുട്ടി അങ്കിരസ് വളർന്നിട്ട് അതിൻ്റെയും ചരിത്രം അങ്ങനെ തന്നെ. അപ്പം ഇതിലെന്താണ്, വലിയ മാഹാത്മ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ വിഷയവാസനയുടെ പേരിൽ എല്ലാം അടിയറ വെച്ചെല്ലാം നശിച്ചു പോയിട്ടുള്ള കഥകളാണ് ഇതിലൊക്കെ പറയാനുള്ളത്. അവസാനം സൂര്യവംശ ചക്രവർത്തിമാരാണെങ്കിൽ നേരെ മറിച്ചാണ്. വളരെയധികം ഒരിക്കലും നഷ്ടപ്പെടുത്താത്ത മാഹാത്മ്യത്തോടു കൂടിയവരാണ്. പക്ഷേ അവസാനത്തെ ചക്രവർത്തിയായിട്ടുള്ള അഗ്നിവർണ്ണൻ, അദ്ദേഹം ഈ വിഷയവാസനയായിട്ട് അല്പം ഒന്ന് കോംപ്രമൈസ് ചെയ്തതോടുകൂടി ആ വംശം മുടിയാണ്. സൂര്യവംശം മുടിഞ്ഞതിന് ശേഷം മഹാത്മാക്കളെല്ലാം കൂടിയിട്ട് ഈ വംശ പാരമ്പര്യം നിലനിർത്താൻ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ മുഴുവനും കൂടി വിളിച്ച് അതിൽ ആരെങ്കിലും ഗർഭിണിയാണോ നോക്കി അതിൽ കൂടി ഈ വംശം നിലനിർത്താലോ എന്നൊക്കെ നോക്കി കഥകളൊക്കെ കാണാം. അപ്പോൾ ഈ വിഷയവാസനയായിട്ട് എപ്പോഴാണോ ദൗർബല്യത്തിന് അടിമപ്പെടുന്നത് ആ സമയത്ത് എല്ലാം നഷ്ടപ്പെടുന്നതായിട്ടുള്ള കഥകളാണ്. അപ്പം ഇങ്ങനെ ഇമോഷണൽ പേഴ്സണാലിറ്റി ആൻഡ് റാഷണൽ പേഴ്സണാലിറ്റി, വിവേക വ്യക്തിത്വം, വൈകാരിക വ്യക്തിത്വം, ഈ 2 വ്യക്തിത്വങ്ങളെയാണ് ഇതിൽ മഹാഭാരതത്തിൽ കാണിച്ചിരിക്കുന്നത്. ആരെക്കുറിച്ചാണ് അത് എഴുതിയിരിക്കുന്നു? എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച്. ഓരോരുത്തത് വായിക്കുന്ന ആൾക്ക് മനസ്സിലാവണം, എൻ്റെ വൈകാരിക വ്യക്തിത്വത്തെക്കുറിച്ച് എന്നെ ബോധവൽക്കരിക്കാനാണ്, എന്നെ ഓർമ്മിപ്പിക്കാനാണ് ചന്ദ്രവംശ ചക്രവർത്തിമാരുടെ കഥ ഇത്രയധികം എഴുതിയിട്ടുള്ളത്. എൻ്റെ വിവേക വ്യക്തിത്വത്തെക്കുറിച്ച് എന്നെ ബോധവൽക്കരിക്കാൻ, എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എഴുതപ്പെട്ട എൻ്റെ കഥയാണ് ഈ സൂര്യവംശ ചക്രവർത്തിമാരുടെ കഥ എന്ന നിലയ്ക്കാണ്. അപ്പോൾ നമ്മളെ മനഃശാസ്ത്രപരമായിട്ടുള്ള ഓരോരുത്തരുടെയും ഒരു മോണോഗ്രാഫാണ് ഈ മഹാഭാരതം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഹ്യൂമൻ സൈക്കോളജിക്കൽ ടെക്സ്റ്റ് ബുക്ക് എവർ പ്രൊഡ്യൂസ്ഡ് ഓൺ ദിസ് എർത്ത് ഏതാണെന്ന് ചോദിച്ചാൽ മഹാഭാരതം എന്ന് പറയാൻ പറ്റുന്നതാണ്.
ആ മഹാഭാരതത്തിൽ ഇല്ലാത്ത ഒന്നുമില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. പറയാൻ പാടുള്ളതും പറയാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. മഹാഭാരതത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏതുവരെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇത് നിർത്താം. അതായത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താണ്, ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടക്കുകയാണ്. യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം, അധികാരമൊക്കെ ഏറ്റതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലാണ് ശാന്തിപർവ്വത്തിൽ. ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണമാണ്, ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുന്ന കൂട്ടത്തിൽ പഞ്ചപാണ്ഡവന്മാരിൽ മൂത്ത ആളായിട്ടുള്ള ധർമ്മപുത്രരോട് ചോദ്യം ചോദിക്കുകയാണ്. വൈവാഹിക ജീവിതത്തിൽ സ്ത്രീക്കോ പുരുഷനോ ആർക്കാ കൂടുതൽ ലാഭം, കൂടുതൽ സന്തോഷം, കൂടുതൽ ആനന്ദം കിട്ടുന്ന ആർക്കാണെന്നൊരു ചോദ്യമാണ്. അതിന് സമ്മതർവേ ദ ക്വസ്റ്റ്യൻ വാസ് പുട്ട്. അപ്പോൾ ആ സമയത്ത് ഭീഷ്മരാണ് ഉത്തരം പറയേണ്ട ആൾ. ചോദിക്കുന്ന ആൾ ഭാര്യയും കുട്ടികളൊക്കെ ഉള്ള ആളാണ്. ആരോടാ ചോദിക്കുന്നത്? നിത്യബ്രഹ്മേരിയായിട്ടുള്ള ഭീഷ്മ പിതാമനോട്. അപ്പോൾ അതിൽ തന്നെ ജ്ഞാനികളുടെ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ മോർ പെനിട്രൻറ്റ് ദാൻ ദ ഇൻ്റലിജൻസ് ഓഫ് ദോസ് ഹു ഹാവ് എക്സ്പീരിയൻസ്. അനുഭവമുള്ള ആളുകളുടെ പിന്നെ അനുഭവത്തെക്കാളും അധികം ആഴുണ്ട് ജ്ഞാനികളുടെ ബുദ്ധിയുടെ തേജസ്സിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് ഉത്തരം പറയാണ്. ഉത്തരം പറയുന്നത് മഹാഭാരതത്തിൻ്റെ ആ ഒരു അശ്ലീലം കലരാത്ത ഭാഷയുടെ മഹാത്മ്യം വെളിവാക്കുന്ന ഒരു അധ്യായമാണത്. അതിൽ അദ്ദേഹം പറഞ്ഞു തരാലോ എന്ന് പറഞ്ഞിട്ട് ഒരു കഥ പറയാണ്. പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവിന് 100 പത്നിമാരുണ്ടായിരുന്നു. 100 പത്നിമാരുണ്ടായി, പക്ഷെ ആരും പ്രസവിച്ചില്ല, മക്കളില്ലാതെ വിഷമമായി. പണ്ഡിതന്മാരോട് ചോദിച്ചു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അഗ്നി ഭഗവാനെ പ്രസാദിപ്പിക്കാൻ ഒരു യാഗം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അഗ്നിദേവന് ദേവന്മാരൊക്കെ വിളിച്ചു കൊണ്ടുവന്നു, അവരെ ക്ഷണിച്ചു. അങ്ങനെ വന്ന സമയത്ത് യാഗത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്ത് അവർ വരുന്ന സമയത്ത് ഇദ്ദേഹം ഓടിച്ചെന്ന് അഗ്നി ഭഗവാന്റെ കാല് പിടിച്ച് അർഘ്യപാദ്യങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ ബഹുമാനിച്ച് അവിടെ ഇരുത്തി യാഗം ചെയ്തു. അതിന് ഹവിസ് കൊടുത്തു. ഈ 100 സ്ത്രീകളും പ്രസവിച്ചു, 100 ആൺകുട്ടികൾ. അതോടുകൂടി വളരെ സന്തോഷമായി, രാജാവിന് വളരെ സന്തോഷമായി. അങ്ങനെ അദ്ദേഹം വേഷം മാറിയിട്ട് കുതിരപ്പുറത്ത് നാട് മുഴുവൻ ചുറ്റി നടക്കുമായിരുന്നു. ഒരിക്കൽ ഇങ്ങനെ ചുറ്റി നടക്കാൻ പോയ സമയത്ത് മലമ്പ്രദേശത്തൂടെ പോകുമ്പോൾ മനോഹരമായിട്ടുള്ളൊരു കായൽ കണ്ടു. കായൽ കണ്ടപ്പോൾ അവിടെ കുതിരയെ നിർത്തി അതിൽ കയ്യും കാലും ഒക്കെ ഒന്ന് കഴിയ സമയത്ത് പെട്ടെന്ന് സ്ത്രീരൂപമായി മാറി. അതിമനോഹരമായിട്ടുള്ളൊരു സ്ത്രീ ശരീരമായി മാറി അദ്ദേഹത്തിനൊന്നും മനസ്സിലായില്ല. ഏതായാലും ഉള്ള വസ്ത്രങ്ങളൊക്കെ കഴിയാവുന്ന മാതിരി മൂടിപ്പതച്ച് കുതിരപ്പുറത്ത് കയറി രാജധാനിയിൽ പ്രവേശിക്കാൻ തന്നെ വളരെ പാടുപെട്ടു. എല്ലാ കഥകളും പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ഒരുവിധം അകത്ത് കയറി രാജ്ഞിമാരെ മുഴുവൻ വരുത്തി, മന്ത്രിമാരെ മുഴുവൻ വരുത്തി അവരുമായിട്ട് സംഭാഷണത്തിലേർപ്പെട്ടു. അവരോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടായത്, എന്താ അതിൻ്റെ രഹസ്യം എന്ന് മനസ്സിലാവണില്ല. ഏതായാലും ഈ സ്ത്രീ ശരീരം കൊണ്ട്, ഇത്ര സുന്ദരമായിട്ടുള്ളൊരു ശരീരം കൊണ്ട് രാജ്യഭാരം നടത്താൻ പാടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. രാജ്ഞിമാരും മന്ത്രിമാരും കൂടിയിട്ട് രാജ്യം ഭരിക്കുക, ഈ 100 കുട്ടികളെയും നോക്കുക. ഞാൻ കാട്ടിൽ ഏതെങ്കിലും താപസനെ ആശ്രയിച്ചുകൊണ്ട് ബാക്കി കാലം ചെലവഴിക്കാം. ധർമ്മശാസ്ത്രപ്രകാരം ഇത്രയും സൗന്ദര്യത്തോടുകൂടി രാജകീയമായിട്ടുള്ള സ്ഥാനത്തിരിക്കാൻ പാടില്ല എന്നാണ്. അധർമ്മത്തിന് പ്രേരകാവും. അതുകൊണ്ട് ഞാൻ ധർമ്മമൂർത്തിയായിട്ടുള്ള ഒരു മഹാതപസ്സിയുടെ കൂടെ ബാക്കി കാലം കഴിക്കാമെന്ന് പറഞ്ഞ് കാട്ടിലേക്ക് പോയി. കാട്ടിൽ തപസ്സിയുടെ കൂടെ ഇങ്ങനെ കഴിയാണ്. കുറേ കാലം കഴിഞ്ഞപ്പോൾ തപസ്സിക്ക് ഒരു തോന്നൽ, തപസ് ഏത് ജന്മത്തിലും എപ്പോഴും ആവാലോ, പക്ഷേ ഇതേമാതിരി ഒരു അവസരം പിന്നെ ഉണ്ടായിന്ന് വരില്ല എന്ന് പറഞ്ഞിട്ട് വൈവാഹിക ജീവിതത്തിന് ഒരുക്കം തുടങ്ങി. അങ്ങനെ ആ താപസനയിൽ ഈ 300 കുട്ടികൾ ജനിച്ചു ഈ സ്ത്രീക്ക്. ആ 100 കുട്ടികളെയും കൊണ്ടുവന്ന് ഈ രാജധാനിയിൽ ഏൽപ്പിച്ചു. ഇത് ഞാൻ അമ്മയും കൊണ്ടുണ്ടായ കുട്ടികളാണല്ലോ, മറ്റേ അച്ഛനായും കൊണ്ടുണ്ടായ കുട്ടികളാണ്, രണ്ടുപേരും സഹോദരങ്ങളാണല്ലോ. അപ്പോൾ 200 പേര് ഒന്നിച്ച് ഇവിടെ ഇരിക്കട്ടെ, എനിക്ക് അവിടെ നോക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ താപസൻ്റെ കൂടെ പിന്നെ ആ സ്ത്രീ ഇങ്ങനെ കഴിയുന്ന സമയത്ത് ഒരു ദിവസം ഒരു സന്യാസി വന്നു രാജധാനിയിൽ. സന്യാസി വന്നിട്ട് ആദ്യം ഉണ്ടായ 100 കുട്ടികളെ വിളിച്ചു. അവരോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ മഹാരാജാവിൻ്റെ മക്കളാണ്, മറ്റവർ താപസൻ്റെ മക്കളാണ്. താപസൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ദാനധർമ്മം ചെയ്ത് ഈ നാട് മുഴുവനും മുടിക്കിയവർ. അത് കൂടാതെ കഴിക്കാൻ നിങ്ങൾ നോക്കണം. നിങ്ങൾ മഹാരാജാവിൻ്റെ മക്കളാവുകൊണ്ട് വളരെയധികം പൗരുഷശാലികളായി രാജ്യം വെട്ടിപ്പിടിച്ച് വലിയ മഹാസാമ്രാജ്യങ്ങളാക്കേണ്ട ആൾക്കാരാണ്. നേരെ മറിച്ച് അവരതിനെതിരെ നിൽക്കും. അതുകൊണ്ട് അവരെ വളരാതെ നോക്കേണ്ടത് നിങ്ങളെ ചുമതല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പുറം വന്നിട്ട് ഈ കുട്ടികളെ 100 കുട്ടികളെയും വിളിച്ചിട്ട് ഇവിടെ ഈ സന്യാസി പറഞ്ഞു, മക്കളെ നിങ്ങൾ താപസൻ്റെ മക്കളാണ്. ജ്ഞാനം, ഐശ്വര്യം, ക്ഷമ, ശാന്തി ഇതൊക്കെയാണ് നിങ്ങളുടെ ജന്മവാസന. മറ്റവർ കള്ളും കുടിച്ച് ചൂതാട്ടി നാടുകളൊക്കെ വെട്ടിപ്പിടിച്ച് എപ്പോഴും യുദ്ധം ഒരു സൂര്യവും തരാത്ത അവരായിട്ടാണ് വളരുക. അതുകൊണ്ട് അവർ വളരാതെ നോക്കേണ്ടത് നിങ്ങളെ ചുമതലയാണ് ഇവിടെയും പറഞ്ഞു. ഈ 200 കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. ഞെരിച്ചിട്ട് 200 ചത്തു. 200 കുട്ടികളും മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ സന്യാസി നേരെ താപസൻ്റെ
ആശ്രമത്തിലേക്ക് പോയി. താപസൻ്റെ ആശ്രമത്തിൽ ദേവേന്ദ്രൻ വരുന്ന കണ്ടപ്പോൾ എല്ലാവരും വലിയ സന്തോഷമായി. ഇങ്ങനെ അപ്പോൾ ഈ സ്ത്രീയെ കണ്ടപ്പോൾ, നീ എങ്ങനെ ഇവിടെ, നീ ആരാണ് താപസൻ്റെ ഈ ഇതിൽ ഇങ്ങനത്തെ ഒരു സ്ത്രീ, എനിക്ക് എന്താ കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സ്ത്രീയായിരുന്നില്ല, മഹാരാജാവാണ്. പക്ഷേ ഒരു കായലിൽ കയ്യും കാലും കഴിയപ്പോൾ ഇങ്ങനെ ഒരു രൂപം മാറിയതാണ്. എന്താ കാരണം എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആ സമയത്ത് ഈ സന്യാസി അങ്ങ് വേഷം മാറി ദേവേന്ദ്രൻ്റെ രൂപമായി. അത് ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഞാൻ ദേവേന്ദ്രനാണ്. അന്ന് നീ യാഗത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും വന്ന സമയത്ത് അഗ്നി ഭഗവാനെ പ്രത്യേകമായിട്ട് ശുശ്രൂഷിച്ച് അദ്ദേഹത്തെ ബഹുമാനിച്ച് ആദരിച്ചു കൊണ്ടേയിരുത്തി. എന്നെ നീ മൈൻഡ് ചെയ്തില്ലല്ലോ. ആളുകൾ മുഴുവൻ പരിഹസിക്കുന്നുണ്ടായിരുന്നു എന്നെ. കാരണം ദേവന്മാരുടെ നേതാവായിട്ട് എന്നോട് പെരുമാറേണ്ട യാതൊരു മര്യാദയും നീ കാണിച്ചില്ല. സർവസ്വം അഗ്നിഭവന് മാത്രമാണ് നീ നിൻ്റെ ആദരവ് മുഴുവൻ കൊടുത്തത്. അന്ന് എനിക്കുണ്ടായ ദേഷ്യം കൊണ്ട് ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞു. ഈ വേഷം മാറ്റിയതൊക്കെ ഞാനാണെന്ന് പറഞ്ഞു. ഉടനെ ഈ സ്ത്രീ അങ്ങ് കരയാൻ തുടങ്ങി. അതെങ്ങനെ അങ്ങനെ ചെയ്ത്? ഞാൻ മക്കളില്ലാതെ വിഷമിക്കാൻ കാരണം എന്താ? മക്കളുണ്ടെങ്കിൽ അവരുടെ സൽക്കർമ്മം കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ വരാം. സ്വർഗത്തിൽ വന്നാൽ ദേവേന്ദ്രൻ്റെ പാദശുശ്രൂഷ ചെയ്യാലോ, ആ ഒരു മോഹത്തിന് വേണ്ടിയല്ല ഇതൊക്കെ ചെയ്തത്. മാത്രമല്ല, മനുഷ്യനെ ഏതെങ്കിലും ഒരു സംഗതിയിൽ വേവലാതിപ്പെട്ടിരിക്കുന്ന സമയത്ത് ബാക്കി കാര്യങ്ങളൊക്കെ കാണാതെ പോവുക, അറിയാതെ പോവുക എന്നുള്ള മനുഷ്യരുടെ സ്വഭാവമാണെന്ന് ഞങ്ങളെക്കാളും കൂടുതൽ അറിയുന്നവരല്ലേ അങ്ങ്. അപ്പോൾ അങ്ങേക്ക് വേണ്ടി, അങ്ങയെ ബഹുമാനിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ ചെയ്ത്. ആ സമയത്ത് അഗ്നിദേവനെ ഉപേക്ഷനാക്കിയിട്ടല്ലേ ഈ യാഗം ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹത്തെ കണ്ട സമയത്ത് ബാക്കിയെല്ലാം മറന്നുപോയി എന്നുള്ളത് സ്വാഭാവികമല്ലേ. പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന അങ്ങയെ ആരാധിക്കാൻ വേണ്ടിയല്ലേ. അതെന്തേ അങ്ങ് മനസ്സിലാക്കാൻ? ഇത് കേട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ്, ശരി എന്നാൽ പിന്നെ ആവട്ടെ, സാരല്ല, എൻ്റെ ദേഷ്യമൊക്കെ പോയി. പക്ഷേ ഇനിയൊരു കാര്യമുണ്ട്, ഞാൻ നിൻ്റെ 200 കുട്ടികളെയും കൊന്നിട്ട് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. സങ്കടമായി. അതിൽ 100 കുട്ടികളെ ഞാൻ ജീവിപ്പിച്ച് തരാം, അതിലേത് കുട്ടികളെ വേണ്ടത് ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, 100 കുട്ടികൾ അച്ഛനായും കൊണ്ടുണ്ടായതാണ്, അമ്മയും കൊണ്ടുണ്ടായതാണ് മറ്റേ 100 കുട്ടികൾ. അതുകൊണ്ട് അമ്മയും കൊണ്ടുണ്ടായ സമയത്തുള്ള 100 കുട്ടികളെ ജീവിപ്പിച്ചാൽ മതി എന്ന്. കാരണം അമ്മയ്ക്കാണല്ലോ അച്ഛനേക്കാൾ കുട്ടികളോട്. അപ്പോൾ ശരി, അവരെ ജീവിപ്പിച്ചു കൊടുത്തു. ഇനി രണ്ടാമത്തെ വരം, നിൻ്റെ പഴയ പ്രൗഢമായിട്ടുള്ള മഹാരാജാവിൻ്റെ ദേഹം നൽകി അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, മഹാത്മാ ദേവേന്ദ്ര, ഞാൻ അമ്മയായും കൊണ്ടും ജീവിച്ചിട്ടുണ്ട്, അച്ഛനായും കൊണ്ടും ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം എനിക്ക് നന്നായി ബോധ്യപ്പെട്ടതുകൊണ്ട് രണ്ടാമത്തെ വരം അടിയന് വേണ്ട എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഉത്തരം പറയുന്നത്. അപ്പോൾ ഏത് സദസ്സിൽ വെച്ചും പറയാവുന്ന ഒരു ഉത്തരമാണ്. ചോദ്യം ഒരു അശ്ലീല ചൊവ്വയുള്ളതായി തോന്നാം, പക്ഷെ അതങ്ങനെയല്ല. വൈവാഹിക ജീവിതത്തിൽ ആർക്കാണ് കൂടുതൽ ലാഭം, ആർക്കാണ് കൂടുതൽ സന്തോഷം ഉണ്ടാവുക എന്നൊക്കെയാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം പറയുന്ന ആരാണ്? അവിവാഹിതനായിട്ടുള്ള ഒരു നിത്യബ്രഹ്മചാരിയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ വരെ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ, എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവുന്നുള്ളത്. അപ്പോൾ ഇതുവരെ പറഞ്ഞു. ഇതിലിപ്പോൾ ഏതെങ്കിലും ഒറ്റ വാക്കിൽ ഉത്തരം പറയാന്ന് വെച്ചാൽ അതെങ്ങനെ മറ്റവർക്ക് അറിയാം, ഇതെങ്ങനെ ഇങ്ങോട്ട് അറിയാമെന്ന് പറഞ്ഞു പിന്നെ അപ്പീൽ കൊടുക്കണ്ടേ. ഇത് അപ്പീൽ കൊടുക്കാൻ വയ്യാത്ത വിധത്തിലുള്ളൊരു ഉത്തരമാണ് മഹാഭാരതത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ മഹാരഥന്മാരായിട്ടുള്ള ആത്മാ സാക്ഷാത്കാരം കിട്ടിയുള്ള മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ നമുക്ക് വേണ്ടി, നമ്മളെ നയിക്കാൻ വേണ്ടി, ജീവിതത്തിൽ നയിക്കാൻ വേണ്ടി, നമുക്ക് വേണ്ടി എങ്ങനെ പറഞ്ഞാലാണോ നമ്മൾക്കുള്ളിൽ ഇത് തട്ടുക, നമ്മളെ ജീവിതത്തിൽ പരിവർത്തനം വരിക, വീണ്ടും നമ്മുടെ ആത്മീയമായിട്ടുള്ള അവസ്ഥയിലേക്ക് പ്രയാണം ആരംഭിക്കുക. ഇവിടെ തിന്നുകൊണ്ടും പറഞ്ഞുകൊണ്ടും അനുഭവിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിയാതെ നമ്മൾ ഉയർന്ന അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കാൻ എങ്ങനെയായാലും പറ്റുക നോക്കി എല്ലാ പരീക്ഷണം നടത്തിയിട്ടുള്ള അതിൻ്റെ ഒരു വലിയ തെളിവാണ് മഹാഭാരതം എന്ന് പറയുന്നത്. അതിൽ നോക്കിയാൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാം നോക്കിയാൽ. അപ്പോൾ അതിൻ്റെ അന്തർധാര എന്താണ്? ഇമോഷണൽ പേഴ്സണാലിറ്റി, അതായത് വൈകാരിക വ്യക്തിത്വവും വിവേക വ്യക്തിത്വവും, ഈ രണ്ട് വ്യക്തിത്വങ്ങളെ തുറന്ന് കാണിച്ചു തരികയാണ്. അപ്പോൾ ഓരോ കഥ വായിക്കുന്ന സമയത്ത് ഏതോ ഒരു കഥ എന്നുള്ള മാതിരിയല്ല, അവിടെ നമ്മൾ നമ്മളെ പ്രതീക്ഷിക്കണം. ഞാൻ വികാരത്തിനടിമപ്പെട്ട് ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സന്ദർഭം വന്നാൽ ഇതാണില്ലേ എൻ്റെ അവസ്ഥ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ വിവേക വ്യക്തിത്വം, സൂര്യവംശ ചക്രവർത്തിമാരുടെ കഥ വായിക്കുന്ന സമയത്ത് ഞാൻ സത്യധർമാദികളിൽ അത്രയും നിഷ്ഠനായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഇത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ ഞാൻ ഇത്രയും ഡീസൻ്റായിട്ട് പെരുമാറും എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തുന്ന എൻ്റെ ഉള്ളിൽ കിടക്കുന്നതായിട്ടുള്ള വാസനകളാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വൈകാരിക വാസനകളും വിവേക വാസനകളും ഓരോ സന്ദർഭത്തിൽ എങ്ങനെയൊക്കെയാണ് പെരുമാറുക എന്ന്. അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് അറിയാനുള്ളൊരു ബുക്ക്, എന്നെക്കുറിച്ച് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആര്? വേദവ്യാസൻ. എന്താ പേര്? മഹാഭാരതം എന്നാണ്. അപ്പോൾ 500 ചില്ലാനം തരത്തിൽ ഞാൻ പെരുമാറുന്ന അതിൽ പറയണം. അത് ശരി, അതെങ്ങനെ മനസ്സിലായി? ആ കഥകൾ വായിച്ചാൽ അത്തരം സന്ദർഭത്തിൽ വന്ന് ഹർജിൽദോ അർദിൽജോ പ്യാകരേക യ ഗാന ഗായക എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ, അതുപോലെ ഇത്തരം സന്ദർഭത്തിലെത്തുന്ന എല്ലാവർക്കും ഇതാണ് ഗതി.
എന്ന് പറയുകയാണ്. ഇത് ഇതിഹാസം എന്നതിന് പേരിട്ട് ഇങ്ങനെയൊക്കെയാണ് പണ്ടൊക്കെ നടന്നിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനിമേലും ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുള്ളൂ. അതുകൊണ്ട് എങ്ങനെയല്ല വൈകാരിക വ്യക്തിത്വത്തിന് അടിമപ്പെടുകയും വേണം, സത്യധർമാദികളിൽ പിടിച്ച് തൂങ്ങി നിൽക്കുകയും വേണമെന്ന് പറഞ്ഞാൽ ഇവിടെ നടപ്പില്ല. ആർക്കും അങ്ങനെ നടന്നിട്ടില്ല. അതായത് സത്യധർമാദികളുടെ ആയുള്ള വിവേക വ്യക്തിത്വത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ വൈകാരിക മണ്ഡലങ്ങൾ എന്നെ ഉപദ്രവിക്കുമോ എന്ന് വെച്ചാൽ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. അങ്ങനെ നടപ്പില്ല ഇവിടെ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് എപ്പോഴും ചോയ്സ് നമുക്ക് തന്നെയാണ്. ആ വിവേക വ്യക്തിത്വത്തിന് അടിമപ്പെട്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. വികാരത്തിൽ അടിമപ്പെട്ട് ജീവിക്കാനും അവസരങ്ങൾ നമ്മൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ. അപ്പോൾ മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ 2 തലങ്ങളായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ആധുനിക മനഃശാസ്ത്രം പറയുകയാണെന്ന് വെച്ചാൽ ഫ്രോയിഡ്, യുങ്, ആഡ്ലർ മുതലായവരുടെയൊക്കെ മനഃശാസ്ത്രം നമ്മൾ ഏകദേശം നോക്കുകയാണെങ്കിൽ അതിലെന്താ വെച്ചാൽ രോഗികളെ കണ്ടിട്ട് ഉണ്ടായിട്ടുള്ള നിഗമനത്തിൽ നിന്നാണ് മനഃശാസ്ത്രം രൂപപ്പെടുത്തിയിട്ടുള്ളത്. മറ്റതല്ല, യോഗികളെ പഠനം നടത്തിയതിന് ശേഷമാണ്. അപ്പോൾ ഇന്ത്യൻ സൈക്കോളജി എന്ന് പറഞ്ഞാൽ യോഗികളെ പഠനം നടത്തി ഉണ്ടാക്കിയുള്ള സൈക്കോളജിയാണ്. മറ്റേ രോഗികളെ പഠനം നടത്തിയുള്ളതാണ്. രോഗി സൈക്കോളജി, യോഗി സൈക്കോളജി, ഇതുപോലുള്ള വ്യത്യാസം ഈ സൈക്കോളജിക്കലായിട്ടുള്ള പെർസെപ്റ്റീവിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ അനാലിറ്റിക്കലായിട്ട് സ്റ്റഡി നടത്തുക വെച്ചാൽ ഞാൻ MBBS കഴിഞ്ഞ ഉടനെ ഒരു സൈക്യാട്രി നഴ്സിംഗ് ഹോമിൽ ആയിട്ടാണ് ജോലി ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് വളരെ താല്പര്യമായിരുന്നു ഭ്രാന്ത് വഴിക്ക് സൈക്യാട്രി MD എടുക്കണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. ആ വഴിക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പോകണമെന്നാണ് വിചാരിച്ചിരുന്നു. ആ ആഗ്രഹം ഇതോടുകൂടി അങ്ങ് തീർന്നു. അവിടെ കുറേ കാലം വർക്ക് ചെയ്തപ്പോൾ എല്ലാത്തരം രോഗികളെയും കണ്ടു. മാനസിക രോഗികളെ, അവരുടെ തരംതിരിപ്പും മറ്റും മറിച്ചൊക്കെ അത് വായിക്കലും മനസ്സിലാക്കലും അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കലും അവർക്ക് ഷോക്ക് കൊടുക്കലൊക്കെ ഞാൻ തന്നെയായിരുന്നു. ആർമോ മറ്റേ വിദഗ്ധന്മാരായിട്ടുള്ള അവരൊക്കെ എഴുതിയാണ് വിടും, പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നൊക്കെ നമ്മളാണ്. അപ്പോൾ ആ കാലത്ത് ഇങ്ങനെ കുറേ കഥകൾ, ഓരോരുത്തരുടെയും വൈകല്യങ്ങളും ആ വൈകല്യങ്ങളുടെ ചരിത്രം ചോദിച്ച് മനസ്സിലാക്കുന്നതൊക്കെ എനിക്കൊരു ഹോബിയായിരുന്നു. വളരെ രസകരമായിട്ടുള്ള ഒരുപാട് കഥകൾ കിട്ടിയിരുന്നു. അപ്പോൾ ഇമോഷണൽ പേഴ്സണാലിറ്റിയിലുള്ള എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്, ഇറാഷണൽ പേഴ്സണാലിറ്റിയിലുള്ള വികാരത്തിന് അടിമപ്പെട്ടിട്ടുള്ളവർക്ക് എന്തെല്ലാം വരാവുന്നത്, അതിന് അഫക്റ്റീവ് ഡിസോർഡർ എന്നാണ് പറയാം. വിവേക വ്യക്തിത്വം ഉള്ളവരിൽ എന്തൊക്കെ കുഴപ്പങ്ങൾ വരാം എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ സ്കിസോഫ്രനിയയിൽ തന്നെ പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് അങ്ങനെയൊക്കെ. അപ്പോൾ അവരെ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് അവർ ഒന്നിൽ ഉറച്ചു നിൽക്കുകയും മറ്റേ കോംപ്രമൈസ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഉൾവലിവ്, ഒരു കോൺഫ്ലിക്റ്റ്, ആ കോൺഫ്ലിക്റ്റ് ഇക്വലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനോ ഉള്ള കഴിവുകേട്, അതിനുള്ള സാഹചര്യം ഇല്ലായ്മ, അത് ഡിസ്കസ് ചെയ്യാനുള്ള ഫ്രണ്ട്സ് ഇല്ലായ്മ അല്ലെങ്കിൽ ഗൈഡൻസ് ഇല്ലായ്മ കൊണ്ട് അവർ സ്വയം ഒരു ആക്സിഡൻറ്റ് വരുന്ന മാതിരി വരുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ജനറ്റിക്കലി മീഡിയേറ്റഡ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ അപ്പുറം വരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കാണാം. അപ്പോൾ ഈ മഹാഭാരതത്തിലാണെങ്കിൽ ഒരു ജന്മ പരമ്പരകൾ പറയുന്നത്, ഈ ജന്മത്തിൽ ഇങ്ങനെ ആവാൻ കാരണം അയാൾ കഴിഞ്ഞ ജന്മത്തിൽ ഇന്ന കർമ്മങ്ങളായിരുന്നു, അതിൻ്റെ കഴിഞ്ഞ ജന്മം ഇന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുഷ്ഠരോഗം വരാനുള്ള കാരണങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറ്റിയോളജി, തന്ത്രശാസ്ത്ര വിധി പ്രകാരം ഓരോ രോഗങ്ങൾക്കും ഒരു ഇറ്റിയോളജിക്കൽ ഫാക്ടർ ഉണ്ട്. ഇറ്റിയോളജിക്കൽ ഫാക്ടർ മാനസിക തലത്തിലാണ് തുടങ്ങുന്നത്. നമ്മളെ സങ്കല്പങ്ങളാണ് പോയി 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 അവസാനം ഒരു ആപൽ ഘട്ടത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നതെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെ മനഃശാസ്ത്രത്തിൻ്റെ നാനാഭാഗത്തെക്കുറിച്ചൊരു ചെറിയൊരു ഇൻട്രഡക്ഷൻ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും എന്ന് വിചാരിക്കാം. പിന്നെ വേണ്ടവരൊക്കെ ഓരോ കഥകൾ വായിക്കുകയാണെങ്കിൽ വളരെ മെല്ലെ വായിച്ചാൽ മതി. ഒരു കഥ എടുക്കുക, ഇതിലോ അയ്യോ ഒരുപാടുണ്ട്, 2000 പേരെ അധ്യായം, അതുകൊണ്ട് എന്താ ഇപ്പോൾ ഇത് വായിച്ചാൽ എവിടെ എത്തുക അതൊന്നും വിചാരിക്കണം. ഒന്നെടുക്കുക, ടേക്ക് അപ്പ് വൺ ഐഡിയ, make that one idea your life, think of it, dream of it, leave all the other things aside. That is the way to success. That is how great men are made. You know some place, some food, some person, don't suit you, avoid them. If you are very particular, go to a remote place and do sadhana, leaving all company good or bad, and do sadhana. Within 6 months you will be a perfect yogi എന്ന് വിവേകാനന്ദൻ പറയുന്ന പോലെ ഒരു കഥ എടുക്കുക. കഥ എടുത്തിട്ട് ഇങ്ങനെ 8 വോളിയമുള്ളതിൽ ഏതെങ്കിലും ഒരു വോളിയത്തിൽ ഒരു കഥ എടുത്ത് അത് മുഴുവനായിട്ട് വായിച്ച് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അന്തരാർത്ഥം നമുക്ക് മനസ്സിലാവും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മാർഗങ്ങൾ കാണുന്നത്. ഏതെങ്കിലും എടുത്തിട്ട് അതിങ്ങനെ എടുത്തു നോക്കിയാൽ നമുക്ക് പല ഈ ന്യൂമറോളജിയുടെ കഥ പറയുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ തോട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ചര്യകളും നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനിയൊക്കെ തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആകസ്മികമായിട്ട് ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രമം ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയാൻ പറ്റും. ഇന്നുള്ള വിഷമങ്ങളൊന്നും നാളുണ്ടാവില്ല എന്നൊക്കെ അറിയാൻ പറ്റും. ഇനിയിപ്പോൾ നോക്കുക, ഒരു തങ്ങൾ പാപ്പ ഉണ്ടായിരുന്നു, അയാൾ വെള്ളം മന്ത്രിച്ചു കൊടുത്തിട്ട് സൊക്കട് മാറുക. ഷൊർണൂരുള്ള 2 പേര് സ്റ്റാറ്റസ് ആസ്മാറ്റിക്കസ് കൊണ്ട് ഭയങ്കര ആസ്മ, എത്ര മരുന്ന് കൊടുത്തിട്ട് മാറാത്ത അങ്ങനത്തെ ഒരു ആസ്മ ഉണ്ടായിരുന്നു. അതൊക്കെ ഇയാൾ വെള്ളം മന്ത്രിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ആസ്മ ഉണ്ടായില്ല എന്ന് ആ ഡോക്ടർ പറഞ്ഞു. ഒരു ഡോക്ടറാണ് പറഞ്ഞു വെച്ചത്. അതുപോലെ മൈഗ്രെയിനിലൊരാൾ, തലവേദന, അയാൾക്ക് ഈ വെള്ളം കുടിച്ചിട്ട് പോയി എന്ന് പറയും. പക്ഷേ ഈ
ഇസ്ലാമിക സംഘടനയിൽ ചില ആളുകൾ കുട്ടികളെല്ലാം കൂടി ചെന്ന് അയാൾ തല്ലിയാണ് പോകുന്നത്. അയാൾ അനിസ്ലാമികമാണ്, ഇസ്ലാമിന് ധ്വംസകനായിട്ടാണ് ഈ പ്രവൃത്തി, ഇതൊന്നും ഇസ്ലാം മതപ്രകാരം സ്വീകരിക്കാൻ പാടില്ല, അതുകൊണ്ട് ഇസ്ലാമിൻ്റെ കടകോല് അയാൾ നശിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അയാൾ തല്ലിക്കൊന്നു. നേരെ മറിച്ച് മാനസിക പ്രതിഭാസം അയാളിൽ ഈ സബ്ജക്റ്റീവ് മൈൻഡിൻ്റെ ഒരു ചെറിയ അംശം ഒബ്ജക്റ്റീവ് മൈൻഡിലേക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുപയോഗിച്ചാണ് അയാൾ ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നത്. 1000-ൽ പരം ആളുകൾ ഒരു ദിവസം ആളെത്തി എന്നിട്ട് ഈ വെള്ളം മന്ത്രിച്ച് ഊതിയ വാങ്ങി കുടിക്കാറുണ്ട്. എത്രയോ പേർക്ക് സൂക്കേട് മാറുന്നുണ്ട് എന്ന് പറയും. അപ്പം ഇങ്ങനെ കഴിവുകളുണ്ടാവും. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മൾ ജിജ്ഞാസയോട് എന്തായിരിക്കണം ആ കഴിവ്, അതിൻ്റെ പിന്നിലെ ശാസ്ത്രീയത എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ തല്ലിക്കൊല്ലലൊന്നും വേണ്ടിയില്ലായിരുന്നു. അതൊക്കെ ഒരു ഫിനോമിന. സാധാരണ ഈ സബ്ജക്റ്റീവ് മൈൻഡിനെ കുറിച്ച് ഒരറിവില്ലാത്ത ആൾക്കാരാണ് ചെയ്യുന്നത്. അപ്പോൾ സാമാന്യ വിവരം ഇല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ അബദ്ധങ്ങളാണ് ചെയ്യണം, ആളുകളെ കൊത്തിക്കൊല്ലാൻ പറ്റുക. അതുപോലെ ചിലവർ ചില കാര്യങ്ങൾ പറഞ്ഞാണ് ശരിയായി. നോസ്ട്രഡാമസ് എത്രയോ കാലം മുമ്പേ ഫ്രാൻസിലുണ്ടായിരുന്ന അയാളിങ്ങനെ ഒരു പർപ്പിൾ കളറിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി അതിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വരാൻ പോകുന്ന കാര്യം ഇങ്ങനെ കാണുകയാണ്. കണ്ടാവും ദിവസവും എഴുതി വെക്കും. അങ്ങനെ 100 ലീഫ് എഴുതി വെച്ചു, ഓരോന്നിനും 10 എണ്ണം വീതം. അത് ടേക്കപ്പ് ചെയ്തിട്ട് പരീക്ഷണം നടത്തി നോക്കുമ്പോൾ എല്ലാം അയാൾ പറഞ്ഞ മാതിരിയെ സംഭവിച്ചിട്ടുള്ളത് കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെ പറ്റിയെന്ന് വെച്ചാൽ അയാളെ സബ്ജക്റ്റീവ് മൈൻഡിൽ നിന്ന് ഇങ്ങനെ വരികയാണ് ഒബ്ജക്റ്റീവ് മൈൻഡിലേക്ക്. അപ്പോൾ സബ്ജക്റ്റീവ് മൈൻഡിലൊക്കെ കാണാൻ പറ്റും, വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ കണ്ടറിയാൻ പറ്റും, കാണാൻ പറ്റും. അതിങ്ങനെ വരാൻ പോകുന്ന കാണുന്നുണ്ട്, കണ്ട് അത് ഇങ്ങനെ എഴുതി വെച്ചതാണ്. അതുപോലെ പ്രോഫസി എന്ന് പറയുന്ന ഈ വരാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്ന കുറേ ആൾക്കാരെ കാണാം. ചില കുട്ടികൾ പറഞ്ഞാൽ എനിക്ക് അറിയുന്ന ഒരു ചെറിയ കുട്ടിയുണ്ട്, ആ കുട്ടി ഒരു ഗർഭിണിയുടെ വയറ്റിലേക്ക് നോക്കിയിട്ട് പറയും ഇത് തീർച്ചയായിട്ടും കീറേണ്ടി വരും കേട്ടോ എന്ന് പറയും. ആ കുട്ടി പറയാം. അപ്പോൾ അമ്മ കുട്ടിയുടെ വായ അടിച്ച് ബുദ്ധിമുട്ടായിരിക്കുന്നു പറയും. അതിന് സിസേറിയൻ ചെയ്യേണ്ടി വന്നു. ഒരു വീട് പണി നടന്നുകൊണ്ടിരിക്കുക, ഈ കുട്ടി അമ്മൂമ്മൻ്റെ കയ്യും പിടിച്ച് ആ വീട് പണി നടക്കുന്ന സ്ഥലത്തേക്കാണ് പോകുമ്പോൾ കൊമ്പറപ്പടിയിൽ വെച്ച് ആ കുട്ടി പറയാം, അമ്മൂമ്മേ ഈ വീട്ടിൽ നിങ്ങൾ താമസിക്കലുണ്ടാവില്ല കേട്ടോ, അതിൻ്റെ മുമ്പേ നിങ്ങളെ കഥ കഴിയും. അത് പറഞ്ഞാൽ ആ വീട് ഹൗസ് വാമിൻ്റെ മുമ്പേ അമ്മൂമ്മ മരിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ പറയുന്നതൊക്കെ ഞാൻ അവനോട് പണ്ട് BJP ഇതൊക്കെ ആയിരുന്ന സമയത്ത് ഈ ഇലക്ഷൻ സമയത്ത് ചോദിച്ചു ആരാ ജയിക്കാന്ന് വെച്ചു. ഒരു കാവിക്കൊടി കുറച്ചൊന്ന് മിന്നിത്തിളങ്ങി മറിഞ്ഞു പോകണം കാണുന്നുണ്ട് എന്ന് പറയും. 13 ദിവസം വാജ്പേയി ഭരിച്ച ആ കാലഘട്ടമായിരുന്നു. പിന്നെ കരുണാകരൻ ഇപ്രാവശ്യം കരുണാകരൻ നോക്കണ്ട, തോറ്റത് തന്നെ എന്ന് പറയാം. അപ്രാവശ്യം കരുണാകരൻ തോറ്റത്. അവൻ പറഞ്ഞൊക്കെ ശരിയാവും. അവനിപ്പോൾ BSc പഠിക്കാം, ഇപ്പോൾ ആ കഴിവൊന്നും അത്ര അധികം കാണുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും സൈക്കോളജി വിഭാഗത്തിൽ കൂടെ പഠിച്ചു പോകാനുള്ള പ്രേരണയൊക്കെ കൊടുക്കാൻ ചെയ്തു. പക്ഷേ അതിൽ ഈ കഴിവൊക്കെ വളർന്നു എന്ന് പറയാം. അപ്പോൾ ജന്മ ഔഷധ മന്ത്ര തപ സമാധിജ സിദ്ധയാന്ന് പതഞ്ജലി പറയുന്നു. ജന്മന ചിലവർക്ക് ഈ കഴിവുണ്ടാവും. സബ്ജക്റ്റീവ് മൈൻഡിൻ്റെ ചില സ്ട്രീക്സ് ഇതിൻ്റെ ഉള്ളിലെത്തിയെന്ന് വരും ഒബ്ജക്റ്റീവ് മൈൻഡിൽ. അപ്പോൾ ഒബ്ജക്റ്റീവ് മൈൻഡിൽ അദ്ദേഹത്തിന് ആ കഴിവുകളൊക്കെ പ്രകടാക്കാൻ പറ്റിയെന്ന് വരും. യൂറി ഗില്ലറുടെ കഥയൊക്കെ നമുക്കറിയാം. പിന്നെ ഈ റഷ്യയിലുണ്ടായിരുന്ന എന്തോ ഒരു പുട്ടുണ്ടല്ലോ, റാസ്പുട്ടീൻ്റെ കഥകളൊക്കെ നമുക്കറിയാം. ഇങ്ങനെയൊക്കെ കുറേ സംഭവം. അപ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെ അസാധാരണതകൾ കാണുമ്പോൾ നമ്മളൊന്നും പേടിക്കാനില്ല, കാരണം സബ്ജക്റ്റീവ് മൈൻഡാണ്. അപ്പോൾ ആഹാരം ഇല്ലാതെ ജീവിക്കാൻ പറ്റും എന്ന് സബ്ജക്റ്റീവ് മൈൻഡ് അങ്ങ് ഓർഡർ കൊടുക്കാൻ വെച്ചാൽ അങ്ങനെ നിൽക്കും. ഈ ചാന്തോക്യോപനിഷത്തിലൊക്കെ പറയുന്നുണ്ട്. ചാന്തോക്യോപനിഷത്തിൽ എന്താ പറയുന്നത്? വെറും വെള്ളം കുടിച്ചാൽ ജീവിക്കാം എന്ന് പറയുന്നുണ്ട്. ഈ വെള്ളവും വേണ്ട, അറ്റ്മോസ്ഫിയറിലുള്ള ഈ വാട്ടർ കണ്ടൻറ്റല്ലോ, ഹ്യൂമിഡിറ്റി, അത് സ്കിന്നിൽ കൂടെ അബ്സോർബ് ചെയ്തും അങ്ങനെയും ജീവിക്കാമെന്ന് പറയുന്നു. അപ്പോൾ അടുത്ത് തന്നെ അഹമ്മദാബാദിലുള്ള ഒരു സന്യാസിയുടെ കഥയൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ മന്ത്രിച്ചൂതിയിട്ട് സൂക്കട് മാറ്റുക, മന്ത്രിച്ചൂതി വെള്ളം കൊടുത്താൽ സൂക്കട് മാറുക, ചിലവർ അടക്കം വെച്ചാൽ ശരിയാവുക, ചിലവർ തൊട്ട് വിഴിഞ്ഞിട്ട് സാരില്ല അത് ശരിയായിക്കോളും എന്ന് പറഞ്ഞാൽ അത് നടക്കുക. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒക്കെ നമുക്ക് എന്താ ഇപ്പോൾ ബേജാറാവും പേടിക്കാമെന്നില്ല. സബ്ജക്റ്റീവ് മൈൻഡ് ഒരു ചെറിയ ഭാഗം അങ്ങോട്ട് കണക്ഷൻ കിട്ടിയിട്ടുണ്ട് നടത്താൻ. അപ്പോൾ ഈ സബ്ജക്റ്റീവ് മൈൻഡ് ഇവിടെ കൃഷ്ണനുണ്ട്, ഇവിടെ കുചേലനുണ്ട്. തമ്മിലുള്ള സംഗമത്തിന് താമസിക്കുന്ന അത്രയും കാലം നമ്മൾ ദാരിദ്ര്യവാസികളായിട്ട് കഴിയണം. എപ്പോഴാണോ സംഗമത്തിന് നമ്മൾ മെനക്കെടുന്നു അതോടുകൂടി നമ്മളെ ദാരിദ്ര്യം തീരുന്നർത്ഥം. അത്രയും നിസ്സാരമായിട്ടുള്ള കാര്യമാണെന്നാണ്. അപ്പോൾ ഈ സബ്ജക്റ്റീവ് മൈൻഡിനെ കുറിച്ചുള്ള ഈ ഒരു അവബോധം, ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട അവബോധം നമുക്കുണ്ടെങ്കിൽ എവിടെയൊക്കെ അസാധാരണ കാണുന്നോ അവിടെയൊക്കെ അത് കാണാം. യത് വിഭൂതി മത്സത്വം ശ്രീമധൂർജിതമേവ. എവിടെയൊക്കെ അസാധാരണ കാണുന്നോ അവിടെയൊക്കെ എന്നെ കണ്ടോളെന്നാണ്. എന്നെ എന്ന് പറഞ്ഞാൽ തത്താവദ്ഭാതി പവനപുരവതേ, ഇതിനുള്ളിരിക്കുന്ന സബ്ജക്റ്റീവ് മൈൻഡിൻ്റെ കാലദേശാതീതമായിട്ടുള്ള മഹാപ്രജ്ഞ, ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രകടനമാണെന്ന് അപ്പം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ശാസ്ത്രീയമായിട്ട് നമുക്ക് ഭ്രമിക്കാനൊന്നുമില്ല. അതും അതിൻ്റെ അപ്പുറം ഒരാൾ തീയിൽ എത്ര നേരം ചാടുന്ന ആൾക്ക് പൊള്ളുന്നില്ല എന്ന് പറയും. പൊള്ളില്ല. കാരണം അതാണ്. ഇപ്പോൾ കോഴിക്കോട് തിരുവനന്തപുരം മാധവൻപിള്ള സ്വാമി എന്ന് പറഞ്ഞ സ്വാമിയുണ്ട്, തിരുമല. അവിടെ ഒരു ആശ്രമമൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് തീ പൊള്ളില്ല. അതായത് ഒരു കർപ്പൂരത്തട്ട്, മെറ്റാലിക് തട്ടാണ്, അതിൽ നിറയെ കർപ്പൂര ഹീപ്പായിട്ട് വെച്ച്
കത്തിച്ചുകൊണ്ടാണ് ആരതി കാണിക്കുക. മാസത്തിലൊരിക്കൽ ആ പരിപാടി അവിടെ ഉണ്ടാവാറുണ്ട്. ഞാനതിന് പതിവായി പോകാറുണ്ടായിരുന്നു. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് മാതമുള്ള സ്വാമി എൻ്റെ റൂമിൽ വരാറുണ്ടായിരുന്നു. എന്നെ ചില സിദ്ധികളൊക്കെ ആദ്യമായിട്ട് അയാളാണ് കാണിച്ചു തന്നിട്ടുള്ളത്, അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി. അങ്ങനെ അദ്ദേഹം ഈ തട്ട് പിടിച്ച് ഇങ്ങനെ കണ്ണിന്ന് വെള്ളം വലിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക ഭക്തനായിട്ട്. അപ്പോൾ അത് മുഴുവൻ കത്തിത്തീരുന്നവരെ ഇത് റെഡ് ഹോട്ടായി ഉണ്ടാവും. പക്ഷേ അയാളെ കൈക്ക് യാതൊരു വസ്തുവില്ല, ചൂടും അറിയുന്നില്ല, പൊള്ളുന്നു. അങ്ങനെ അദ്ദേഹം മരിക്കുന്നതിൻ്റെ കുറച്ച് കാലം മുമ്പേ ഗോപാലസ്വാമിയാണ് സ്വാമിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ്റെ മാതിരിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അത്ര തന്നെ അറിവുണ്ട്. ഒരുപാട് അവധൂതന്മാരെ കാണുകയും അവരെ കൂടെ താമസിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. ഉപനിഷത്ത് 120 അയാൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ അയാൾക്ക് ബൈഹാർട്ടാണ്. അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ഒരു ദിവസം കർപ്പൂരത്തട്ട് ഇങ്ങനെ കത്തി പകുതിയായപ്പോൾ റെഡ് ഹോട്ടായപ്പോൾ ഗോപാല ഇവിടെ വരുമെന്ന് പറഞ്ഞു. ഗോപാലസ്വാമി ഓടി അണിച്ചത് ഇത് പിടിച്ചോളൂ എന്ന് പറഞ്ഞു. അയാൾ 2 കൈ കൊണ്ട് വാങ്ങി അങ്ങനെ പിടിച്ചു. കത്തിത്തീരുന്നവരേ എന്ന് അയാൾ പിടിച്ചോളൂ. അപ്പോൾ അവിടെ ഒരു അയ്യരുണ്ടായിരുന്നു. അയ്യർ പറഞ്ഞു അപ്പം തന്നെ അനന്തരവനെ സ്വന്തമാണ് തീരുമാനിച്ചോ എന്ന് ഒരു കമൻ്റ് അടിച്ചു. അനന്തരവനെ അത്ര വേഗം അങ്ങനെ സ്വന്തമായിട്ട് അങ്ങ് തീരുമാനിച്ചോ എന്നൊരു കമൻറ്റ്. അങ്ങനെ പിറ്റത്തെ മാസം ഇത് കഴിഞ്ഞ് കർപ്പൂരത്തട്ട് പിടിച്ചിട്ട് ഏകദേശം പകുതിയായപ്പോൾ അയ്യരെ ഇവിടെ വരുമെന്ന്. അയ്യര് കിട്ടിയെന്ന് വിചാരിച്ചു ഓടി ഇത് പിടിച്ചോളൂ. പിടിച്ചോടുകൂടി കയ്യൊക്കെ പൊള്ളി നാശമായി താഴെ വീണ് ആക്കതായി. എന്നിട്ട് പിന്നെ 5-6 ദിവസം ചികിത്സിച്ചിട്ടാണ് കയ്യിൽ ആ പൊള്ളലൊക്കെ മാറുന്നത്. അപ്പോൾ പറഞ്ഞു ഇത് പിടിക്കാൻ കഴിയുന്ന ഒരാളെ കയ്യിലല്ലേ ഏൽപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഗോപാലിൻ്റെ കൈ കൊടുത്തത് എന്ന് പറഞ്ഞു. അത് പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല. ഒരിക്കൽ ഫോട്ടോ എടുത്ത സമയത്ത് ഇയാളോട് ചോദിക്കാതെ ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ സ്വാമി പറഞ്ഞു എനിക്കൊരു കോപ്പി തരുമോ? ഓ തീർച്ചയായിട്ടും തരാം സ്വാമി. ഒന്ന് നോക്കുമ്പോൾ സ്വാമിയുടെ ചിത്രം അതിലില്ല. ബാക്കി എല്ലാവരും ഉണ്ട്, അവിടെ മാത്രം ബ്ലാങ്ക് ആയിട്ട് പറഞ്ഞു. അതെന്തേ എൻ്റെ ഫോട്ടോ ഇല്ലാത്ത? എന്തോ അറിയില്ല സ്വാമി. സ്വാമിയുടെ ഒന്നും പറയായിരുന്നില്ലേ, എന്നാൽ കിട്ടുമായിരുന്നല്ലോ. പറയാതെ എടുത്തിട്ടല്ലേ കിട്ടാത്തത്. ഞാൻ അറിയണ്ടേ എന്നാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് രണ്ടാമത് അയാൾ ഫോട്ടോഗ്രാഫിയൊക്കെ കൊണ്ടുവന്ന് സ്വാമിയുടെ ഫോട്ടോ എടുത്തു സമൂഹത്തോടു കൂടി. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരാളായിരുന്നു മാതമുള്ള സ്വാമി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സത്യാനന്ദ സരസ്വതിയുടെ അതേ അവസ്ഥയിലുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ഗുരു നീലകണ്ഠ പാദങ്ങളുടെ ശിഷ്യത്വമാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ ആ സിദ്ധി അവർക്കൊക്കെ സാധാരണയായിട്ട് അനുഭവപ്പെടാറുണ്ട്. ഒരിക്കൽ എന്നെ അദ്ദേഹം ബൈക്കിൻ്റെ ബാക്കിൽ വെച്ച് പോവാണ്. നല്ല മഴക്കാലം. ഹോസ്റ്റലിൽ വന്ന് കുറേ നേരം സംസാരിച്ചതിന് ശേഷം നമുക്ക് സത്സംഗത്തിന് പോകാമെന്ന് പറഞ്ഞാൽ എന്നെ ബാക്കിൽ വെച്ച് കൊണ്ടുപോയപ്പോൾ ഇങ്ങനെ ഒരു മലയിൽ കൂടെ ഇങ്ങനെ പോവാണ്. അപ്പോൾ മലേൻ്റെ ആ ചോല നിറഞ്ഞു ഒഴുകുകയാണ്. ഈ ബൈക്ക് അതിൽ കംപ്ലീറ്റ് മുങ്ങാൻ മാത്രം വെള്ളം ഉണ്ടായിരുന്നു. കണ്ട ഇങ്ങേ മുതൽ കുറേ അങ്ങ് വരെ അങ്ങനെ ഭയങ്കര കുത്തി വലിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു സ്വാമി വെള്ളപ്പൊക്കമാണല്ലോ, അതിൽ കൂടെ മോനൊരു കാര്യം ചെയ്യുക, കണ്ണടയ്ക്കുക, സ്വാമി പറയാതെ തുറക്കരുതേ അവിടെ എന്ന് പറഞ്ഞു. നല്ലോണം പിടിച്ച് കണ്ണടച്ച് അവിടെ ഇരുന്ന് എന്തോ ഒരു മൂളൽ മാത്രം കുറേ സമയത്ത് കേട്ടു. അതിന് കണ്ണു തുറന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ട് കുടുകുടുകുടു എന്ന് ശബ്ദമായിട്ട് മറ്റേ വസ്തുവിടെ അങ്ങനെ പോകുന്നു. അപ്പോഴേക്ക് കുന്നിൻ്റെ മറുവശത്തെത്തി. അപ്പോൾ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ വെള്ളപ്പൊക്കം അങ്ങനെ തന്നെ ഉണ്ട്. അതിൽ കൂടി അങ്ങനെ വരിക എങ്ങനെയെന്ന് ആലോചിച്ചിട്ട് ഒരു തുമ്പടിയും. ഇതൊക്കെ ഒന്നും ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട മോനട്ടോ, ഒക്കെ മറന്നേക്കി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയും ചെയ്യും. അപ്പോൾ ഒക്കെ പെരുപ്പിച്ച് പറഞ്ഞ് ഇതൊരു ഇഷ്യൂ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നും പറയാറില്ല ഇങ്ങനത്തെ സംഭവം. ഇതുപോലെ നീലഗിരി മലയിൽ കൂടെ ഒറ്റയ്ക്കൊന്ന് പോയി നോക്കണം. എന്തൊക്കെ അത്ഭുതങ്ങളാണ്. നമ്മൾ ഒറ്റയ്ക്ക് ഗ്രൂപ്പിലിരിക്കുന്ന എത്ര കാലം ഇരുന്നാലും നമ്മൾ നന്നാവില്ല. നമ്മൾ ആരാൻ്റെ കുറ്റവും കുറവും കാണി സ്വന്തം ന്യായീകരണമായിട്ട് നമ്മൾ ജീവിക്കാം. ഒറ്റയ്ക്കൊന്ന് ഏകാന്തതയിൽ പോയി നോക്കണം. അപ്പോൾ കാണാൻ നമ്മളെ മുഖാമുഖം കാണും. ആ സമയത്ത് ഇതൊന്നും നമ്മളെ ഒരു ഡിഗ്രി പോലും നന്നാക്കിയിട്ടില്ല, പുരോഗമിപ്പിച്ചിട്ടില്ല, ഒരറിവും നമുക്ക് നൽകിയിട്ടില്ല എന്ന് നമുക്ക് ബോധ്യമാവും. ആദ്യം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യമാവും. അപ്പോൾ നമ്മളെ മനസ്സിനെ നമുക്ക് കാണാം, നമ്മൾ ആരാണെന്ന് നമുക്ക് കാണാം. ആ ഏകാന്തതയിൽ പോയി കഴിഞ്ഞാൽ അതിലിരിക്കുമ്പോൾ സൈക്കോളജി കംപ്ലീറ്റ് ഡിഫറെൻ്റാണ്. ഈ ഗ്രൂപ്പ് സൈക്കോളജിയും ലോൺലി സൈക്കോളജിയും തമ്മിൽ യാതൊരു കമ്പാരിസനും ഇല്ല. അതുകൊണ്ട് എപ്പോഴെങ്കിലുമായിട്ട് നമ്മൾ കുറച്ച് സമയമെങ്കിലും എവിടെയെങ്കിലും ഒറ്റയ്ക്കൊന്ന് പോയിരിക്കാൻ ശ്രമിക്കണം. ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരിക്കുക. ഇപ്പോൾ വീട്ടിൽ തന്നെ ആണെങ്കിലും ഒറ്റയ്ക്ക് ഒരു റൂമിലിരുന്ന് മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാതെ വീട്ടിൽ ശീലിപ്പിച്ചാൽ മതി. ജ്ഞാനാനന്ദ സരസ്വതി എപ്പോഴും പറയും സന്യാസിയാണെങ്കിൽ ഒരു ചെറിയ കുടിലെങ്കിലും വേണം. വീട്ടിൽ ഗൃഹസ്ഥനാണെങ്കിൽ സ്വന്തമായിട്ടൊരു മുറി, ബാക്കി വീട്ടുകാരൊക്കെ അവിടെ ബഹളം എന്തെങ്കിലുമൊക്കെ പോട്ടെ, സ്വന്തമായിട്ടൊരു മുറി, ബാത്ത് അറ്റാച്ച്ഡ്, ഒരു അലമാര, അതിൽ ബുക്കുകളൊക്കെ വെക്കാനുള്ളത്, അവിടെ ഇരിക്കാൻ ഇരുന്നിട്ട് ഏകാന്തതയിൽ കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ കഴിയും. അവസാനം വാദം തളർന്നിട്ടോ ഹാർട്ട് അറ്റാക്കായി കിടപ്പിലാവുന്ന സമയത്ത് ബാക്കിയുള്ളവർക്കൊന്നും നമ്മളെ നോക്കാൻ സമയമില്ലാതെ വരുമ്പോൾ ഒറ്റയ്ക്കാവും. ആ സമയത്ത് നമുക്ക് ആകെ വെപ്രാളായിരിക്കും, ആകെ എല്ലാവരോടും ദേഷ്യവും കോപവും, അവനെവിടെ പോയി ഇവരെവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. നേരെ മറിച്ച് ആദ്യമേ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ
നമുക്കൊരു ചെറിയ ട്രെയിനിങ് ആണ്. അപ്പോൾ വിട്ടുനിന്ന്, ഈ ഗ്രൂപ്പിൽ നിന്ന് വിട്ടുനിന്ന് ഏകാന്തതയിൽ ഞാൻ ആര്, എനിക്ക് ആരാളുള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കണം. ആരുമില്ല ഗതി എനിക്ക് അഖിൽ ലോകജനീയെ എന്ന് പറഞ്ഞിട്ട് അമൃതാനന്ദമയി ചങ്ക് പൊട്ടുന്ന മാതിരി ഹൃദയം കൊണ്ട് പാടാറുണ്ട്. അത് നമുക്ക് കേൾക്കാൻ വേണ്ടിയാണ്. അമ്മയ്ക്ക് ആരുമില്ല എന്നല്ല, നമ്മൾ ഓരോരുത്തരും അങ്ങനെ വിചാരിക്കണം, ആരാ എനിക്കുള്ളത്, ഹൂ ഈസ് ദെയർ ഫോർ മീ. ആലോചിച്ച് നോക്കാം. അപ്പോൾ ഏകാന്തതയിൽ ഒന്ന് ഇരുന്ന് ആകെ ആലോചിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ആരാളുള്ളത്, എനിക്ക് ആരാളുള്ളതെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഹിമാലയത്തിലെ ഒരു ചെറിയ അനുഭവം ഉണ്ടായിരുന്നു. സമയം 7:45 കഴിഞ്ഞതുകൊണ്ട് പറയുന്നില്ല. ഗംഗോത്രി പോകുന്ന സമയത്ത് അവിടെ ഒരു നേപ്പാളി സന്യാസി ഉണ്ടായിരുന്നു. 9 കൊല്ലമായി അവിടെ താമസിക്കുകയാണ്. അയാൾക്ക് ഒരൊറ്റ നേരം ആഹാരം കിട്ടാതെ ഇരുന്നിട്ടില്ല. കമ്പിളി അത് ഇതെല്ലാം കിട്ടിയും. അയാൾ പറയും, ആര് കൊണ്ടുത്തരുന്നു? ഗർഭാശയത്തിൽ ഉള്ളിലിരുന്ന സമയത്ത് ആരാ നിങ്ങൾക്ക് റേഷൻ എത്തിച്ചതെന്ന്. അയാൾ തന്നെ ഗർഭാശയത്തിൻ്റെ പുറത്ത് കിടന്നാലും നമ്മളെ നോക്കുന്നത്. പക്ഷേ നമ്മൾ ഒന്നിച്ചാവുമ്പോൾ നമ്മളെ വിചാരം ഞാൻ അധ്വാനിച്ചിട്ട് എൻ്റെ ഭാര്യയും മക്കളും കുട്ടികളും അതും ഒക്കെ ആയിട്ടാണ് ജീവിക്കുന്നത്, അവരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യണം, ഞാനാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത് വിചാരിക്കും. ഇതൊക്കെ വിട്ടിട്ട് ഏകാന്തയിൽ പോയി നോക്കും, നിങ്ങൾക്ക് ആഹാരം കിട്ടും, എല്ലാം വേണ്ടത്. അപ്പോൾ അതിൽ അങ്ങനെ ഒരു അത്ഭുതമുണ്ട് ഈ ലോകത്ത്. അത് തിരിച്ചറിയാൻ നിങ്ങൾ ഈ ഹിമാലയത്തിലൂടെ ഒറ്റയ്ക്ക് നടക്കണം എന്ന് അദ്ദേഹം പറയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ടാണ് ആത്മസാക്ഷാത്കാരം കിട്ടിയിട്ടുള്ളതായ ഒരു അംശയോഗ പരമാത്മാവിനെ ഞങ്ങൾ കാണാൻ ഏറ്റുപോയി. കണ്ട സമയത്ത് മുഖത്ത് നോക്കി നമ്മുടെ കാര്യങ്ങൾ മുഴുവനും പറയുകയാണ്. എല്ലാ കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരോടും പറഞ്ഞപ്പോൾ അവരവരുടെ കാര്യമില്ല, എന്നെ നോക്കിയിട്ട് ധ്യാനത്തിന് വേണ്ടി ഞാൻ ഓരോ മലയിൽ പോയതും അവിടെ ഇരുന്നതും അവസാനം രമണ മഹർഷിയെ ധ്യാനിച്ചതും അപ്പം ഉണ്ടായ ചെറിയ അനുഭവമൊക്കെ അങ്ങ് പറഞ്ഞു. ഞാൻ വിചാരിച്ചിരുന്നത് അതൊരു മെൻ്റലായിട്ടുള്ളൊരു തോന്നലാണ്, ഒരു ആലൂസിനേഷനാണ് വിചാരിച്ചത്. പക്ഷെ അത് കഴിഞ്ഞ് 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ ഹിമാലയത്തിൽ ചെന്നിട്ട് ഇദ്ദേഹത്തെ കാണുന്നത്. ഈ 15 കൊല്ലം മുമ്പുള്ള സംഗതി അദ്ദേഹം മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോഴാണ് വെറും തോന്നലായിരുന്നില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ ഇയാംബ്ലിക്കസിൻ്റെ ബുക്കിലുണ്ട്, ബിവെയർ അൺസീൻ ഐസ് ആർ വാച്ചിങ് യു. നമ്മൾ പറയുന്നതും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ അനുഭവിക്കുന്നതൊക്കെ അപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ ഈ ലോകത്തുണ്ട്. അങ്ങനെ 2 മഹാത്മാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അനുഭവങ്ങളൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ള ആൾക്കാർ. അവർ പറഞ്ഞത് നിങ്ങൾക്കറിയാം, പിന്നെ ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം ചോദിച്ചാൽ, നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും അനുഭവിക്കുന്നതൊക്കെ അറിയുന്ന ആൾക്കാരുണ്ട് എന്ന് നമുക്ക് ബോധ്യം വന്നാൽ ദാറ്റ് വിൽ മോഡിഫൈ ദ വേ ഹൗ വി ലിവ് ഇൻ ദിസ് വേൾഡ് എന്ന് അവർ പറഞ്ഞു ബോധ്യപ്പെടുത്തിയില്ല. അപ്പം ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെ സഹായിക്കാൻ എത്രയോ അൺസീനായിട്ടുള്ള പവേഴ്സ് ഇംപേഷ്യൻ്റ്ലി വെയിറ്റിംഗ്. പക്ഷേ നമ്മളെ വിധേയമായിട്ടൊന്ന് കൊടുക്കുകയേ വേണ്ടൂ, നമ്മളൊന്ന് സമർപ്പിക്കുകയേ വേണ്ടൂ. നമ്മളെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വളരെയധികം സഹായം ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ശക്തികൾ അൺസീനായിട്ടുണ്ട് ദാൻ സീൻ. സീനായിട്ടുള്ള ശക്തികളുണ്ട്, കൂടാതെ അൺസീനായിട്ടുള്ള ശക്തികൾ. ഏകാന്തയിൽ ഒറ്റയ്ക്ക് മലകളിൽ കൂടെ ഒന്ന് നടന്നു നോക്കിയാൽ നമുക്ക് ആ അനുഭവത്തിൽ വരികയും ചെയ്യും. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ വേണ്ട സഹായങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ അമ്പരന്ന് പോകും. അത് മറ്റേ മഹാത്മാക്കൾ നമ്മളോട് വിളിച്ച് പറയുമ്പോഴാണ് അത് വെറും തോന്നലല്ല എന്ന് നമുക്ക് ബോധ്യമാവും. അല്ലാതെ ഹാലൂസിനേഷനിലും അങ്ങനെയൊക്കെ തോന്നാം. ഹാലൂസിനേഷനും റിയലായിട്ടുള്ള വിഷൻസ് തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സമയം കുറച്ച് വൈകിപ്പോയി. നാളെ ഭാഗവതം മോക്ഷസങ്കല്പം